ഇബാദത്തും തസ്ബീഹുമായിട്ട് പിറ്റേന്ന് രാവിലെ നബിയോട് പറഞ്ഞു, ഈ പാത്രം അവിടെ കൊടുക്കണം പ്രവാചകരെ, അവിടെ വേറെ ജോലിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി നോക്കിയാന്ന്. റഹ്മത്ത് പോയി. റഹ്മത്ത് വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് ആ പെണ്ണ് വീട്ടിലെ മുറ്റത്ത് കാത്തു നിൽക്കാണ്. റഹ്മത്ത് വീട്ടിലേക്ക് വരുമെന്ന് കണ്ടപ്പോ മുറ്റത്ത് ഇറങ്ങിയിട്ട് ഓടി പറഞ്ഞു, ഇങ്ങോട്ട് വരണ്ട, നീ ഇങ്ങോട്ട് വരണ്ട, നീ പോ. റഹ്മത്ത് പറഞ്ഞു, എന്നെ അറിയില്ലേ, ഞാൻ ഇന്നലെ പാത്രം കഴിക്കിയ പെണ്ണാ. അത് മനസ്സിലായി, കുഷ്ഠരോഗം പിടിച്ചോന്റെ ഭാര്യയല്ലേ, ഇങ്ങോട്ട് വരരുത്, പോ. കൽബകം തളർന്നേ, കണ്ണുനീർ കുതിർന്നേ, പെണ്ണിവളോ തിരികെ നടന്നേ. ഇന്ന് ജോലിയില്ലേ, നബി സുആലമല്ലേ, എന്നോടൊന്നു നീ പറയില്ലേ. എൻ പൈകിളി എന്തോ മൂടി വെക്കണേ, കണ്ണുനീർ കുതിർന്നേ, പെണ്ണിവളോ തിരികെ നടന്നേ. ഇന്ന് ജോലിയില്ലേ, നബി സുആലമല്ലേ, എന്നോടൊന്ന് നീ പറയില്ലേ. എൻ പൈകിളി എന്തോ മൂടി വെക്കണുണ്ടല്ലേ. പുഞ്ചിരി തൂകി ബീബിയടുത്തേ, മുത്ത് നബിയെ താങ്ങിയെടുത്തേ. ആ ബലദീനും യാത്ര തിരിച്ചേ, പച്ചവെള്ളമാ നോമ്പ് മുറിച്ചേ. വിശന്നു വലഞ്ഞ് ആ കോലവും വാടി, വീടുകൾ കേറി എന്നാൽ പീഡനം കൂടി. സകല ദുഃഖവും സമതവനിൽ തവക്കലും ചെയ്തു. കൽബകം തളർന്നേ, കണ്ണുനീർ കുതിർന്നേ, പെണ്ണിവളോ തിരികെ നടന്നേ. ഇന്ന് ജോലിയില്ലേ, നബി സുആലമല്ലേ, എന്നോടൊന്ന് നീ പറയില്ലേ. എൻ പൈകിളി എന്തോ മൂടി വെക്കണുണ്ടല്ലേ. തിരിച്ചു വന്നിട്ട് റഹ്മത്ത് നബി സലാം പറഞ്ഞപ്പോ നബി ചോദിച്ചു, അല്ല റഹ്മത്തെ, നീലവിടെ ജോലിയുണ്ടെന്ന് പറഞ്ഞു, എന്നിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നത്? അപ്പൊ പറഞ്ഞു, അവിടെ ഇല്ലാന്ന് പറഞ്ഞു, ഞാൻ ഇങ്ങ് വന്നു എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നബി ചോദിച്ചു, ആ പെണ്ണും അറിഞ്ഞോ എന്റെ കാര്യം? ഒന്നും അറിയില്ല. കുറച്ച് റഹ്മത്ത് പറഞ്ഞു, നബി നമുക്ക് ഈ നാട് വിട്ട് പോയാലോ? അപ്പൊ നബി പറഞ്ഞു, ആ പെണ്ണ് അറിഞ്ഞല്ലേ, നാട് വിടാൻ പറഞ്ഞോ, നിന്റെ സൗകര്യം പോലെ ചെയ്തോന്നോ. എടുത്തു, നടന്നു, കുറെ നടന്നു, ഉച്ചയാകുമ്പോഴേക്ക് തളർന്നു. അള്ളാന്റെ നബിനെ കൊണ്ട് മരത്തിന്റെ ചോട്ടിലിരുത്തിയിട്ട് റഹ്മത്ത് 4 ഭാഗങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു, നബിയെ, ഇത് മൊത്തം ഫക്കീറന്മാരെ നാടാ, ഒരു സ്ഥലത്തും ജോലി കിട്ടുന്ന എനിക്ക് തോന്നില്ല. സാരമില്ല, ഇന്നലെ ഭക്ഷണം കഴിച്ചില്ലേ, ഇനി ആ ഭക്ഷണത്തിനനുസരിച്ച് നീങ്ങാന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞ റഹ്മത്ത് തന്നെ പറഞ്ഞു, ഇവിടെ അടുത്തൊരു ചെറ്റ പൊരണ്ട പ്രവാചകർ, ഞാൻ അവിടെ ഒന്ന് പോയി നോക്കിയാലോ. നബി പറഞ്ഞു, അവിടെ നിന്ന് ജോലി കിട്ടോ, നിന്റെ വർത്താനത്തിനെ അറിയില്ലാന്നാ. അപ്പൊ പറഞ്ഞു, അള്ളാഹുവിലെ വലിയ പോയോക്കാന്ന്. പോയി ആ ചെറ്റപ്പൊരയിലേക്ക്, ആ ചെറ്റപ്പൊരെ പോയിട്ട് വീട്ടിന്റെ മുറ്റത്തുനിന്ന് വിളിച്ച പാകത്തുനിന്ന് ഒരു പെണ്ണുങ്ങള് പുറത്തേക്ക് ഇങ്ങനെ നോക്കി. വിളിക്കുന്നതും ഒരു പെണ്ണാണ് എന്ന് കണ്ടപ്പം എല്ലാം പുറത്തേക്ക് അറിയാം. നമ്മളെ വീട്ടിൽ കോളിംഗ് ബെല്ലടിച്ചു നോക്കിയാട്ടെ, ആരെങ്കിലും വന്ന് കോളിംഗ് ബെല്ലടിച്ചാൽ അടുക്കളയിൽ നിന്ന് ഒരു പെണ്ണുങ്ങൾ ഒരു വരവുണ്ട് പുറത്തേക്ക്. ആ അടിച്ചോൻ അള്ളാന്ന് പറഞ്ഞു കൊടുക്കും, കാരണം ഇങ്ങനെയല്ലേ വരുന്നത്, പ്രേതം വരും പോലെ. പെണ്ണുങ്ങൾ പുറത്ത് നോക്കണം ആരാ വിളിക്കുന്നത്, അങ്ങനെ ഇറങ്ങി പായാൻ പാടില്ല. പുറത്തുനിന്ന് ആരാ വിളിക്കണം, ബെല്ലടിക്കുന്ന ആരാന്ന് സൂക്ഷ്മമായി നോക്കിയിട്ട് ഇറങ്ങാൻ പറ്റൂ. ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ ബന്നോനേക്കാൾ വലിയ സാധനമല്ലേ പിന്നീട് ഓടുന്ന. പുറത്തുനിന്ന് വിളിക്കണത് ഒരു പെണ്ണാണെന്ന് കണ്ടപ്പോ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കി, എന്നിട്ട് മെല്ലെ പുറത്തിറങ്ങി. ഒരു കുലീനയായ സ്ത്രീയാണ്, ശരിക്കും തട്ടം കൊണ്ട് തലമറച്ചിട്ടുണ്ട്, കീറിയ കുപ്പായാണെങ്കിൽ തുന്നിക്കൂട്ടി ഇട്ടിട്ടുണ്ട്. റഹ്മത്തിനെടുക്കൽ വന്നു, ഒരു മധ്യവയസ്കയാണ്. എന്നിട്ട് റഹ്മത്തിനെ ഇങ്ങനെ നോക്കിയിട്ട് വെച്ചു, അതോ മോള് എവിടുന്നാ വരുന്നത്, എന്നെ കണ്ടിട്ട് വല്ലാതെ തളർന്നിട്ടുണ്ടല്ലോ. ഉമ്മ, ഞാൻ കുറെ ദൂരെ നിന്ന് വരുന്നതാ, ഇവിടെ എന്തെങ്കിലും പണിയുണ്ടോ, ജോലിയുണ്ടോ? റഹ്മത്തിനോടെ പെണ്ണുങ്ങൾ പറഞ്ഞു, ഈ പോരല്ലോ എന്റെ അടുത്തോ, ഞാൻ തന്നെ ഫുള്ള് ഫ്രീ ആന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്തേ എനിക്ക് ഭർത്താവ് ആൾക്കാരൊന്നുമില്ല, നീ എന്താ ജോലിയും തേടി പോണത്? അപ്പൊ പറഞ്ഞു, ഭർത്താവ് ഉണ്ട്, ഇവര് സൂലണ്ട മരത്തിന്റെ ചോട്ട് കിടത്തിയിട്ടുണ്ട്, പിന്നെ കൂലിയൊന്നും വേണ്ട ഉമ്മ, കുറച്ച് ഭക്ഷണം കിട്ടിയാൽ മതിയായിരുന്നു, എടുക്കണ പണിക്കാണൊക്കെ കുറച്ച് ഭക്ഷണം കിട്ടിയാൽ മതി. അപ്പൊ പറഞ്ഞു, മോളെ എൻ്റെ അടുത്ത് ഒരു ഭക്ഷണവും ഇല്ല, പിന്നെ ഭക്ഷണം നിനക്ക് വൈകുന്നേരം കിട്ടിയാൽ മതിയോ? വൈകുന്നേരം ആണെങ്കിൽ എന്റെ ഭർത്താവ് കൊണ്ടുവരും, മൂപ്പര് ജോലിക്ക് പോയിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം മതിയോ? റഹ്മത്ത് പറഞ്ഞു ഭക്ഷണം വൈകുന്നേരം മതി, കാരണം എനിക്ക് നോമ്പാ, എന്റെ ഭർത്താവിന് നോമ്പാണ്.
അപ്പൊ പെണ്ണുങ്ങൾ പറയും നോമ്പോ? ആ അൽഹംദുലില്ലാ എനിക്കും നോമ്പാ. ആ പെണ്ണുങ്ങൾ നോമ്പെന്ന് പറഞ്ഞപ്പോ റഹ്മത്ത് അത്ഭുതത്തോടെ നോക്കി, നോമ്പ് നോക്കുന്ന പെണ്ണുങ്ങളോ? അപ്പൊ പറഞ്ഞു നീ എന്തെങ്കിലും അത്ഭുതത്തോടെ നോക്കുന്നത്? ഞാൻ മഹാനായ അയ്യൂബ് നബിയുടെ മതക്കാരിയാണ് എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ. ഞാൻ അയ്യൂബ് നബിയുടെ മതക്കാരിയാണ്, ഞാൻ അയ്യൂബ് നബിയുടെ ഭാര്യയാണെന്ന് തിരിച്ചു പറയാൻ നോക്കുന്നതിനിടയിൽ ആ പെണ്ണുങ്ങൾ പറഞ്ഞു എന്റെ മോളെ നീ എന്താ പറഞ്ഞ ഭർത്താവിനെ റോട്ടുമലെത്തിയിരുന്നു, റോട്ടുമലെത്തേണ്ട സാധനം ഭർത്താക്കന്മാര് എടുത്ത് കൂട്ടി ഇങ്ങോട്ട് കൊണ്ടാ. അപ്പൊ പറഞ്ഞു മൂപ്പർക്ക് സുഖമില്ല, നിങ്ങൾക്ക് ശരിയാവില്ല, നിങ്ങൾ കണ്ടാ വിഷമാവും. എന്ത് വിഷമം? അല്ലാഹ് തന്ന രോഗം വിഷമാവുന്ന, നീ പോയി കൂട്ടിയിട്ട് വാ. റഹ്മത്തിനെ നിർബന്ധിച്ചു വിട്ട് പെണ്ണുങ്ങള് ഭർത്താവിനെ കൂട്ടി വരാൻ. സന്തോഷം കൊണ്ട് റഹ്മത്ത് നബി ഓടിപ്പോയിട്ട് ചിരിച്ചോണ്ട് സലാം പറഞ്ഞപ്പോ നബി ചോദിച്ചു എന്താ ഇത്ര സന്തോഷം? അപ്പൊ പറഞ്ഞു എന്റെ നബിയേ സ്നേഹം നുരയും കടലാണ്, സ്നേഹം നുരയും കടലാണ്, കാണാൻ ചെറിയൊരു കുടിലാണ്, കാണാൻ ചെറിയൊരു കുടിലാണ്. സ്നേഹം നുരയും കടലാണ്, കാണാൻ ചെറിയൊരു കുടിലാണ്. പെണ്ണവളെ കണ്ട് ബീബിക്ക് സുറൂറുണ്ട്, പെണ്ണവളെ കണ്ട് ബീബിക്ക് സുറൂറുണ്ട്. സ്നേഹം നുരയും കടലാണ്, കാണാൻ ചെറിയൊരു കുടിലാണ്. പെണ്ണവളെ കണ്ട് ബീബിക്ക് സുറൂറുണ്ട്. ഞാനിപ്പോ പോയ വീട്ടിലുള്ള പെണ്ണുങ്ങളില്ലേ അയ്യൂബ് നബിയുടെ മതക്കാരിയാണെന്ന് പറയുന്നു. ആ പെണ്ണുങ്ങള് നമ്മളോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നബി പറഞ്ഞു അത് വേണ്ട, എന്നെ അറിയാഞ്ഞിട്ട് പറഞ്ഞതായിരിക്കും, ഈ കോലം കണ്ടാ പിന്നെ ആട്ടി കുടിച്ചു കളിയും. ഇല്ല നബി ഞാനൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാ നീ കൊണ്ടുപോയിക്കോളൂ, ഇഷ്ടല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ടനെ കൊണ്ടുവരണമെന്നാണ്. വീട്ടിന്റെ മുറ്റത്തേക്ക് എത്തുമ്പോ പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് പെണ്ണുങ്ങൾ ഛർദ്ദിക്കാൻ തുടങ്ങിയപ്പോ നബി പറഞ്ഞു റഹ്മത്തെ എന്റെ എന്തോ ഒരു അവസ്ഥ പെണ്ണുങ്ങൾക്ക്, നീ തിരിച്ചോണ്ടോ പറഞ്ഞു. അപ്പോ റഹ്മത്ത് തിരിച്ചുകൊണ്ട് പോയി പെണ്ണുങ്ങൾ ഓടി മറ്റു പറഞ്ഞു മോള് കൊണ്ടുപോല, എന്റെ കൽബിൽ ഇബിലീസ് കയറിയിട്ട് എനിക്ക് തോന്നിപ്പോയതാ, നീ ഇങ്ങോട്ട് തന്നെ കൊണ്ടാന്ന് പറഞ്ഞു. അപ്പൊ നബി റഹ്മത്തിനോട് പറഞ്ഞു ഇബിലീസിന്റെ തമ്മാടിത്തരം ഒരു പെണ്ണിനെ അറിയാന്ന് വെച്ചാല് അവൾ അള്ളാഹ് പൊരുത്തപ്പെട്ട പെണ്ണ, നീ അങ്ങോട്ടെല്ലാം കൊണ്ടുവിടുന്നു. കൊണ്ടുപോയിട്ട് വീട്ടിന്റെ പുറത്തങ്ങനെ കിടത്താൻ പോകുമ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു ഇവിടെ കിടത്തില്ല. റഹ്മത്താ കുടുങ്ങി, അവിടെ കിടത്തല്ല, ഇവിടെ കിടത്തില്ല. അപ്പൊ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ ഇങ്ങനെ കുടുങ്ങിയിട്ട് നിന്നപ്പോ റഹ്മത്ത് ബീബിയോട് ആ പെണ്ണുങ്ങൾ പറഞ്ഞു മോളെ പുറത്ത് കിടത്തല്ല, പുറത്ത് കിടത്തിയാൽ എന്റെ ഭർത്താവ് വരും, പുറത്ത് കിടത്തിയ കാരണത്താൽ എന്നെ നടുപ്പുറത്ത് തരും, അതുകൊണ്ട് അകത്തോട്ട് കിടത്തുന്നത്. അകത്ത് കൊണ്ടുപോയി ഒരു പായക്കകത്ത് കിടത്തിയപ്പോ പെണ്ണുങ്ങൾ ചോദിച്ചു മക്കളെ കണ്ടാലേ ഏത് നാട്ടുകാരാ? റഹ്മത്ത് പറഞ്ഞു ഡമസ്കസുകാരാണ്. അതോ അയ്യൂബ് നബിയുടെ നാടല്ലേ? അതെന്തേ? അല്ല എന്റെ ഭർത്താവ് എപ്പോഴും ഈ റൂമിന്റെ അകത്ത് നിസ്കരിച്ചിട്ട് ദ്വാരക്കും പടച്ചോനെ എന്നെ ഡമസ്കസിൽ എത്തിക്കണേ, അയ്യൂബ് നബി എനിക്കൊന്ന് കാണിച്ചു തരണേ. മൂപ്പരെപ്പോ ദ്വാരക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കി, അയാൾ ദ്വാരം റൂമിലേക്കാണ് അല്ലാഹു അയ്യൂബ് നബി കൊണ്ട് കിടത്തിയത്. ഇതാണ് ദ്വാന്റെ ഫലം. കുറച്ച് കഴിഞ്ഞപ്പോ ഭർത്താവ് വന്നു, ഒരു പാവം ഫക്കീർ, നീണ്ട താടിയോ വല്ല നരച്ച തലയോ എല്ലായിട്ട് പാവം വന്നു. ഒരു സഞ്ചിയിൽ കുറച്ച് ഗോതമ്പുണ്ട്. വരുമ്പോൾ 3 ഫക്കീറന്മാരും കൂടെ ഉണ്ട്, ഞാൻ കൊണ്ടുവന്ന പോലത്തെ 3 എണ്ണം. അങ്ങനെ വീട്ടിന് ഇങ്ങനെ മുറ്റത്തെത്തിയപ്പോ അകത്തേക്ക് നോക്കിയിട്ട് വിളിച്ച് ഏയ് പെണ്ണേ അസ്സലാമു അലൈക്കും. പെണ്ണ് പറഞ്ഞു വലൈക്കും അസ്സലാം. കുറച്ച് ഗോതമ്പാ, പിന്നെ ഇത് വെള്ളം നല്ലോണം കൂട്ടിക്കോ, കാരണം 3 എണ്ണം ഉണ്ട് നോമ്പാറാ. അപ്പൊ പെണ്ണുങ്ങൾ പറഞ്ഞു നിങ്ങളോടെ 3 എണ്ണം ഉണ്ടെങ്കിൽ എന്റെ കൂടെ 2 ആളുണ്ട്, 5 ആള് മൊത്തത്തിലായി നമ്മൾ 2 7 ആള് വെള്ളം നല്ലോണം കൂട്ടേണ്ടിയിരുന്നതാണ്, കാരണം ആകെ അത്ര ഉള്ളൂ. അപ്പൊ ചോദിച്ചു നിന്റെ കൂടെ 2? ആ എന്റെ കൂടെ 2 ആളുണ്ട്. അതാര്? അത് ഒരു സുഖമില്ലാത്ത ഭർത്താവും ഭാര്യയും വന്നിട്ടുണ്ട്. അപ്പൊ നീ നല്ലതൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ? പെണ്ണുങ്ങൾ പറഞ്ഞു നിങ്ങളല്ലേ മാപ്പളാ. ഇത് പറഞ്ഞിട്ട് അകത്തേക്ക് പോയി. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? വന്നവരോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരിക്കട്ടോ, അകത്തൊരാൾ ഞാൻ നോക്കട്ടെ എന്നാണ്. ഇയാൾ അകത്തേക്ക് കയറാൻ അയ്യൂബ് നബി കിടക്കുന്ന റൂമിലേക്ക് പോകുമ്പോ സലാം പറഞ്ഞു അസ്സലാമു അലൈക്കും. ഒരു പുരുഷന്റെ സൗണ്ട് കേട്ടപ്പോ നബി പറഞ്ഞു വലൈക്കും അസ്സലാം. ആരാ? കണ്ണാണൂലേ? നബിക്ക് കണ്ണാണൂല്ല. അപ്പൊ പറഞ്ഞു ഞാൻ ഈ വീട്ടിന്റെ ഉടമസ്ഥനാണ്. അന്നെ നബി പറഞ്ഞു എന്നോട് പൊറുക്കണം, നിങ്ങളെ ഭാര്യ പറഞ്ഞിട്ടാണ് എന്റെ ഭാര്യ ഇന്റെ അകത്തോണ്ടേ കിടത്തിയത്, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അവളോട് പറഞ്ഞാൽ അവൾ പുറത്തോണ്ടുപോകും. അയാൾ പറഞ്ഞു എന്തിന്? എന്റെ ഭാര്യ പറഞ്ഞിട്ടല്ലേ, ആക്രമിച്ച് കയറിയൊന്നുമല്ലോ, കിടക്കുന്ന അടുത്ത് വന്നിരിക്കുന്നുണ്ട് തോന്നിയപ്പോ നബി പറഞ്ഞു എന്റെ അടുത്തിരിക്കരുത് കേട്ടോ, ഒരു വല്ലാത്ത നാറ്റം ഉണ്ടാവും പറഞ്ഞു. ഇയാൾ പറഞ്ഞു നാറ്റോ? ഇവിടെ അയവ അടിപൊളി മണം. അടിച്ചു വലിച്ചു. പണ്ട് ഡോക്ടറെ അടുത്ത് ഒരുത്തം പോയിട്ട് ഡോക്ടർ സ്റ്റെതസ്കോപ്പ് നെഞ്ചത്ത് വെച്ചിട്ട് പരിശോധിച്ച് വലിക്കാടാ ശ്വാസം വലിക്കാൻ പറയില്ല, ഇങ്ങനെ കുത്തിയിട്ട് ഒരുത്തം വലിച്ച്. ഡോക്ടർ പറഞ്ഞു മെല്ലെ വലിക്കാം, നമുക്ക് എന്റെ പെണ്ണും കള്ളാസ് ഇന്റെ മൂക്കൊക്കെ കയറി പോകുന്നത്. എന്നിട്ട് ശ്വാസം വിടാൻ പറഞ്ഞു. ഇപ്പൊ ഫുള്ളായിട്ട് വിട്ടപ്പോ ഡോക്ടർ പറഞ്ഞു മെല്ലെ വിടടാ, ഇങ്ങനെ കാറ്റ് പോയാൽ നീ പഞ്ചറാവൂലേ. പിന്നെ ഇപ്പുറത്ത് കുത്തിയിട്ട് വലിച്ച് മേലെത്തിയപ്പോ ഡോക്ടർക്ക് ഫോണ് വന്നു. ഡോക്ടർ ഇതെല്ലാം കഴിച്ചാടെ വെച്ചിട്ട് ഫോണ് വിളി കൊടുക്കി. ഇവൻ കുടുങ്ങി, കാരണം ഡോക്ടർ പറഞ്ഞിട്ട് വലിച്ച ശ്വാസമാണ്, അയാൾ പറയാണ്ട് വിടാൻ പറ്റൂല. ഇവൻ ആ ശ്വാസം കൊണ്ട് കുടുങ്ങി. സിസ്റ്റർ സെന്ററിൽ ഇങ്ങനെ നോക്കി. സിസ്റ്റർ ഉറപ്പായി ഡോക്ടറെ റീചാർജ് തീരും, ഇവന്റെ ഫുൾ ചാർജ് തീരും. സിസ്റ്റർ മെല്ലെ ഡോക്ടറെ തോണ്ടിട്ട് പറഞ്ഞ് വീട്ടിലേക്ക് കാര്യപ്പോക്കാട്ട് ഡോക്ടറിന് വിടാന്ന് പറഞ്ഞു. ഒറ്റപ്പെടല് ശ്വാസകോശത്തിനെ കംപ്ലൈന്റ് ഗുളികയില്ലാണ്ട് മാറിപ്പോയി.
ഇയാൾ അടിച്ചു വലിക്കാണ്. നിങ്ങൾ ചിന്തിച്ച നബി ആദ്യം പറഞ്ഞൊരു വാക്കുണ്ട്, അള്ള പൊരുത്തപ്പെട്ട മനുഷ്യന്മാർ നല്ല മണം വലിക്കുന്ന. ഇയാൾ അടിച്ചു വലിക്കാണ്. അപ്പൊ നബിക്ക് കാര്യം മനസ്സിലായി. എന്നിട്ട് ഇയാൾ ചോദിച്ചു, നിങ്ങൾ ഏത് നാട്ടുകാരാ? നബി പറഞ്ഞു, ഞങ്ങൾ ഡമസ്കസുകാരാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അയ്യൂബ് നബിയുടെ നാടല്ലേ, നിങ്ങളൊക്കെ ഒരു ഭാഗ്യേ, നിങ്ങളൊക്കെ നബിയെ കണ്ടിട്ടുണ്ടാവുമല്ലേ. അപ്പൊ നബി അമർത്തിയൊന്നും മൊഴി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഞാൻ കുറെ കാലമായി ദ്വാരക്കണം, എനിക്ക് ഇതുവരെ നബിയെ കാണാൻ പറ്റിയില്ല, നിങ്ങളും എനിക്ക് വേണ്ടി ഒന്ന് ദ്വാ ചെയ്യണം. അപ്പൊ നബി പറഞ്ഞു, ഇൻഷാ അല്ലാ അള്ളാഹ് നിങ്ങൾക്ക് കാണിച്ചു തരുമോന്ന് പറഞ്ഞു. കണ്ടു കഴിഞ്ഞു. എന്നിട്ട് മൂപ്പർക്ക് തിരിയായിട്ടാ. അപ്പൊ പെണ്ണുങ്ങൾ പുറത്ത് വിളിച്ചു, ദേ നോമ്പറക്കണ്ട സാധനം എടുക്കട്ടെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, കുറച്ച് ഒരു പാത്രത്തിൽ ഇങ്ങനെ തന്നെ, ഒരു പാത്രത്തിൽ നിങ്ങൾ പുറത്ത് കൊടുക്കുക, 3 ഉണ്ട്, നിങ്ങൾ അടുക്കളയിൽ നിന്ന് കഴിച്ചു പറഞ്ഞു. പെണ്ണുങ്ങൾ നോമ്പറക്കാൻ കൊണ്ടു കൊടുത്ത സാധനം ഒരു പാത്രത്തിൽ ഇയാൾ കൊണ്ടുവന്ന ഗോതമ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചു എന്നല്ലാണ്ട് ഉപ്പ് വരെ ഇടാനില്ല കേട്ടോ, അതങ്ങ് കൊണ്ടു കൊടുത്ത്. നോമ്പോർക്കാൻ നിങ്ങൾക്കത് ഒരു അത്ഭുതം തോന്നാ. നമ്മളെല്ലാം നോമ്പ് തുറന്നില്ലേ, 2 മാസം കഴിഞ്ഞാൽ തുറക്കൂലേ? നമ്മളത് നോമ്പ് തുറയല്ലല്ലോ, നോമ്പ് തുറയല്ലേ. നമ്മളെ നോമ്പ് പറയാം. റഹ്മാനായ റബ്ബ് ഒരു പാക്കറ്റ് ഈത്തപ്പഴം ഒന്നിച്ചടിക്കും നോമ്പ് കുറിക്കുമ്പോൾ തന്നെ. എന്തെല്ലാം സാധനം ഉണ്ടാക്കുക, പെണ്ണുങ്ങൾ കുറെ ഉണ്ടാക്കും, നമ്മളും കുറെ വാങ്ങും. ഫ്രൂട്ട്സ് കണ്ണു കണ്ടതെല്ലാം വാങ്ങും. നോമ്പ് തിന്നുന്ന മാസമാക്കി മാറ്റി നമ്മള് അല്ലേ. എല്ലാ ഫ്രൂട്ട്സും ഇറങ്ങുന്ന കാലം റമദാൻ മാസം. അതിനൊരു കണക്കൊന്നുമില്ല. പേരറിയാത്തോ പോയിട്ട് ഫ്രൂട്ട്സ് വാങ്ങുന്ന പോലെ ഞാൻ ഇപ്പൊ കളിച്ചു തരാം. ഓരോരുത്തർ പോകും, കാരണം നോക്കും, ഓർക്കറിയില്ല ഇതെന്താ സാധനം. അതും 1 കിലോ. അങ്ങനെ കുറെ ഭാഗ്യം കെട്ടി പോരെ പെണ്ണുങ്ങൾക്കറിയില്ല ഇതെന്താ, ഇതെങ്ങനെയാ മുറിക്കേണ്ടത് വരെ തിരിയാതാണ്. ഉറുമാമ്പഴം പുഴുങ്ങി തന്ന പെണ്ണുങ്ങളുണ്ട്, ഇതെന്താ തിരിയായിട്ട്. അപ്പോ ഇത് മുറിക്കണ്ട എന്താന്ന് തിരിയായിട്ട്. അപ്പോ ഇങ്ങനെ കുറെ വായിക്കൊണ്ട് ചില പെണ്ണുങ്ങൾ ചോദിക്കൂ, ഇത് കണ്ടിട്ട് എന്താ ഇതിന്റെ പേര്, ഇവന് പറയാൻ പറ്റുമോ, എനിക്ക് അറിയില്ല. ഇവൻ ഉടനെ പറയും, അത് ചൈനീസ് സാധനമാണ്, പേര്. പിന്നെ പെണ്ണുങ്ങൾ ചോദിക്കൂല, കാരണം പെണ്ണുങ്ങൾക്ക് പിന്നെ വായിക്കാൻ കിട്ടൂല. അങ്ങനെ ഇതെല്ലാം വെട്ടി മുറിച്ച് നിരത്തിയിട്ട് ഒരു 5 മണിയാകുമ്പോൾ തന്നെ ഡൈനിങ് ടേബിളിന്റെ മേലെ കംപ്ലീറ്റ് നിരത്തും നമ്മള്. എന്നിട്ട് എല്ലാം നിരത്തിയിട്ട് ഇവനിങ്ങനെ ഇതിന്റെ മണവും പിടിച്ച് ഇതിന്റെ തവാഫ് ചെയ്യും. കാബത്ത് പോയാൽ ഇവൻ ഇങ്ങനെ തവാഫ് ചെയ്യൂല. എന്നിട്ട് വാച്ചും നോക്കും, ക്ലോക്കും നോക്കും. ഏലാണോ 5 മിനിറ്റ് അധികം, അത് നല്ല ക്ലോക്ക്, കാരണം ബാങ്ക് നേരത്തെ കൊടുക്കും. എന്നിട്ട് മുറ്റത്തിറങ്ങിയിട്ട് പള്ളിയുടെ ഭാഗത്തേക്ക് നോക്കും. കഴിഞ്ഞ കൊല്ലത്തെ മുക്കിച്ച നേരത്തെ ബാങ്ക് കൊടുത്തിന് ഇയാളെന്ത് 4 പയ്യ, ഇയാളിൽ ഒഴിവാക്കലെന്നല്ലേ. പിന്നെ രണ്ടാമത് തിരിച്ചും എടുക്കേണ്ടി വരും. ഇതിന്റെ അടുത്തുനിന്ന് പോകാൻ തോന്നൂല, ഈ ബെച്ചയുടെ അടുത്ത് നോമ്പോർക്കനെ പറയുന്നു. എന്നിട്ട് ഇങ്ങനെ അതിന്റെ അടുത്ത് വെക്കും. പിന്നെ നേരം കൂട്ടാനുള്ള പണി എന്താ അറിയോ, പ്ലേറ്റ് മാറ്റലാണ്. ബത്ത് എടുത്ത് ആപ്പിൾ എടുത്ത് മുന്തിരിയിൽ, മുന്തിരി എടുത്ത് ഓറഞ്ചിൽ, ഓറഞ്ച് എടുത്ത് അപ്പുറം, ജ്യൂസ് എടുത്ത് ഗ്ലാസ്സിൽ, ഗ്ലാസ് എടുത്ത് ജ്യൂസിൽ, ഇങ്ങനെ മാറ്റി നിൽക്കുമ്പോ പള്ളിയിൽ മൈക്കെന്നാക്കാൻ വേണ്ടി മുക്കിച്ചെന്താക്കും മുട്ടു. പള്ളിന്റെ ഭാഗത്തുനിന്ന് മൈക്കിന്റെ ഒച്ച ബിസ്മില്ല എടുത്തടിച്ച് അടിച്ചു നോക്കുമ്പോ 5:45, ബാങ്ക് 6:45. അന്നേരം ഇപ്പൊ എനക്കൊരു കുറ്റമില്ല, മുക്കച്ചാക്ക കുറ്റം. അയാള് മുട്ടിയതിന് കുറ്റം, കേറ്റിയതിന് കുറ്റമില്ല. എന്താ കുതിരത്താ. ഇനി അഥവാ ബാങ്ക് കൊടുത്തോ എന്താ അവസ്ഥ? റെയിൽവേ ഗേറ്റ് തുറന്ന മോഡല, ബസ്സും പോവും, കാറും പോവും, ജീപ്പും പോവും, ലോറിയും പോവും. എന്തെല്ലാം ഓന്റെ മുമ്പ് കണ്ടത് കംപ്ലീറ്റ് അടിച്ച് കയറ്റി കളിയും. അടിച്ച് കയറ്റി ഒന്നും പറയണ്ട, എഴുന്നേറ്റിട്ട് ഇങ്ങനെ നിൽക്കും. ഇനി എന്താ ബാക്കിയുള്ള നോക്കിയിട്ട് അപ്പോണ്ട ഉർമാമയത്തിന്റെ മണി അങ്ങ് വെച്ചിട്ട് റഹ്മാനായ റബ്ബേ മറന്നു പോയിട്ടൊക്കെ എന്താ അവസ്ഥ, ഭാര്യ അടിക്കും അത്. എന്നിട്ട് പള്ളിയിലേക്ക് ഒരു പോക്കുണ്ട് കൂട്ടരെ, മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസ് പോകുമ്പോൾ അലാറം അടിച്ചിട്ടാ പോവുക. ഇതാന്ന് പറഞ്ഞ റമദാൻ മാസത്തെ കോല, മനുഷ്യന്മാരെ കോലം പറയാം. പള്ളിയിൽ പോയിട്ട് പള്ളിന്റെ മുറ്റത്തേക്കും പോന്റെ കുടല 1-ാം സഫിൽ മിമ്പറിന്റെ അടുത്ത് ഇറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് അവസാനം ഒന്നുകൊടുത്ത് പോയിട്ട് നിസ്കരിക്കാൻ കയ്യട്ടാൻ കഴിയില്ല, കാരണം കുടലാടി ഇവർ വീഡിയോയില്ലേ. എന്നിട്ടൊരു കയ്യട്ടലുണ്ട് റഹ്മാനെ. മഗ്രിബ് നിസ്കാരത്തിന് സുജൂദ് പോക്കുണ്ട്, ഇടത്തെ മുട്ട് കുത്തി ബലത്തെ മുട്ട് കുത്തി ഒരു മുസല്ലയില് അങ്ങ് വീകുമ്പോണ്ടാവും. ഈ അവസാനം തിന്ന ഉർമാമയത്തിന്റെ പണി റിട്ടേൺ അടിച്ചാൽ ഈ സെലവിലേക്ക് ഇവ കാണും മുസല്ലയിൽ ഉരുണ്ട് പോകുന്നത്. ഇവൻ വിടൂലട്ടാ, കിലോന് 120 റുപ്യ വിട്ടാ മോശമല്ലേ, പെറുക്കി അടിച്ചാൽ. എന്നിട്ട് പോവും പള്ളിയിലേക്ക്. ഇന്ന് പുരയിലേക്ക് പോയി. പുരയിൽ പോകും പെണ്ണുങ്ങൾ പത്തിരിയും കൊയ്യാക്കില്ല, അതും കയറ്റും. കടൽക്കാർക്ക് വെള്ളം വെച്ച പോലെ പോകുന്ന സ്ഥലം കാണൂല, അതും കയറ്റിട്ട് ഇഷാവിന് തറാവിയൊക്കെ ഒരു പോക്കുണ്ട്. നാട്ടുകാർ പറയുന്നോണ്ട് പോകുന്നതെന്നില്ലെങ്കിൽ തറാവിക്ക് പോകുമ്പോയില്ല. തറാവിയൊക്കെ പോയാൽ നിങ്ങൾ ചിന്തിച്ചോ, ചില ആൾക്ക് പള്ളിൻ്റെ ഉള്ളിൽ പ്രത്യേക 1 മാസത്തേക്ക് വഖഫ് ചെയ്ത ചില സ്ഥലമുണ്ട്. ബുക്കഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും, ബെരലോണ്ട് ഇങ്ങനെ ചൊറിഞ്ഞിട്ട് തൂണ്ട മണ്ട ജനലിന്റെ സൈഡ്. കാരണം നേരാൻ പണവർക്ക് നിസ്കരിക്കാൻ കഴിയും, ഇങ്ങനെ നിൽക്കണം. ഇതാ അവന്റെ നിസ്കാരം. എന്നിട്ടോ അവസാനം എല്ലാം കൂടെ നിസ്കരിച്ച് ചിലപ്പോ ഉണ്ടല്ലോ സുജൂദിലേക്കെല്ലാം പോയിട്ട് അപ്പൊ കറണ്ട് പോയി, ഇവന് എണീക്കൂല, ഒറ്റ ഇരുത്തിരിക്കുവാണ്. അപ്പൊ അടുത്തുള്ള നോക്കൂ, ഒരുത്തനുണ്ടായി ഇവന് എവിടെയാ പോയത്. രാവിലെ വെറും പട്ടിണി മാത്രമാണ്, ആ നോമ്പോണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ ഈ കഞ്ഞി, ഈ ഗോതമ്പ് ഇങ്ങനെ കലക്കി കൊടുത്തു അള്ളാന്റെ നബീന്റെ നാവിലേക്ക് ഈ മനുഷ്യനെ ഒഴിച്ചു കൊടുക്കാം.
അപ്പൊ നബി പറഞ്ഞു, മനസ്സുകൊണ്ട് ദുആ ചെയ്ത പടച്ചോനെ, ഞാൻ ആരാണെന്നറിയാഞ്ഞിട്ട് പോലും എനിക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ഈ മനുഷ്യനെ ഈ ലോകത്തും പരലോകത്തും എനിക്ക് കൂട്ടുകാരനാക്കി തരണേ തമ്പുരാനെ. മൂപ്പര് ദുആ ചെയ്തു, അല്ലാഹുവിന്റെ നബി ദുആ ചെയ്തു. മൂപ്പരത് അറിയില്ല. ഇബാദത്തിന് വേണ്ടി വഴിമാറി. റഹ്മത്ത് അടുത്ത് വന്നപ്പോ നബി പറഞ്ഞു, റഹ്മത്തെ, നല്ല സുഖമുണ്ടല്ലേ ഇവിടെ കൂടാൻ, പക്ഷെ ഒരു കാര്യമുണ്ട്, നാളെ അവസാനം റഹ്മത്ത് ബിബി എത്ര കൊല്ലാന്നറിയ കഷ്ടപ്പെടുത്തോണ്ടേ കിടത്തി. ഇവിടെ 4 ഭാഗം ഇങ്ങനെ നോക്കി, നല്ല വിശാലമായ നാട്, വലിയ വലിയ പൈസക്കാര നാട്. അഹമ്മദ് നബി സന്തോഷത്തോട് പറഞ്ഞു, വലിയ പണക്കാര നാടാണല്ലോ നബിയെ, ഇഷ്ടം പോലെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ നബി പറഞ്ഞു, പാവപ്പെട്ട ആ മനുഷ്യന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്നേഹമൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല, എന്നാലും നോക്കാന്ന്. റഹ്മത്ത് ജോലിക്ക് പോയി, ഒറ്റ വീട്ടിൽ നിന്ന് ജോലി കൊടുത്തില്ല പൈസക്കാർ, എല്ലാം ആട്ടിവിട്ട്. അവസാനം ഇങ്ങനെ വരുമ്പോ ഒരു വലിയ പുര കണ്ട റഹ്മത്ത് തിരിച്ച് ഇവിടെയും കൂടി ഒന്ന് കയറാ, കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോയി. ആ പുര കയറി പോയി വിളിച്ചപ്പോ അതാ വരുന്ന ഒരു ജബല് കുബൈസ് പോലത്തെ ഒരു പെണ്ണുങ്ങൾ, ഒരു പണിയും നാട്ടിൽ നിന്ന് എടുക്കാത്ത പെണ്ണുങ്ങൾ, ഒന്നും പണിയെടുക്കലില്ല. നമ്മളെ പെണ്ണുങ്ങളെ പോലത്തെ നമ്മളെ പെണ്ണുങ്ങൾ ഇപ്പൊ എന്താ പണിയെടുക്കലുണ്ട? ഒരു പണിയെടുക്കലല്ലോ, എല്ലാത്തിനും മെഷീനല്ലേ. അലക്കാൻ വാഷിംഗ് മെഷീൻ, അരക്കാൻ ഗ്രൈൻഡർ, ജ്യൂസ് മെഷീൻ, എല്ലാ സാധനം ഇപ്പൊ മെഷീനിലെ പെണ്ണുങ്ങൾ. എന്തോ ഭർത്താവിനെ പൊടിച്ചിട്ട് ഇല്ലെങ്കിൽ മക്കളെ വരെ കുളിപ്പിക്കൂല, വാഷിംഗ് മെഷീനിട്ട് സോപ്പ് പൊടിയിട്ട് സ്വിച്ചിട്ടൊള്ളി പെണ്ണുങ്ങൾ. അത്ര വല്ലാത്ത സംഭവം ഇപ്പൊ. അപ്പൊ ഇവിടെ ഒരു പണിയെടുക്കാത്ത പെണ്ണുങ്ങൾ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് റഹ്മത്തോട് ചോദിച്ചു, ആരാ? റഹ്മത്ത്, ചുമ്മാ ഇവിടെ എന്തെങ്കിലും പണിയുണ്ടോ? ഒരു പണിയുമില്ല പോകുന്നു. പണിയില്ലാന്ന് റഹ്മത്ത് തിരിഞ്ഞു നടക്കുമ്പോ ഈ റഹ്മത്ത് ബിബിയുടെ മുടി അപാരമാണ്. സ്ത്രീകൾക്ക് സൗന്ദര്യത്തിന് വേണ്ടി അള്ളാഹു കൊടുത്ത സാധനമാണല്ലോ മുടി, അത് അപാരമാണ്. പണ്ടേ ഇപ്പല്ല, ഇപ്പൊ നമ്മളെ എട്ടങ്ങാറാക്കാൻ കൊടുത്ത സാധനം മുടി. ഓ എന്റെ ഉമ്മോ, ചില പെണ്ണുങ്ങള് ചില പെണ്ണുങ്ങൾ ഷാമ്പിട്ട് പറപ്പിച്ചിട്ട് സെന്ററിൽ റബ്ബർ ഇട്ട് വെക്കും. ഓളെ തലയപ്പുറവും ഇതിപ്പുറം ഇങ്ങനെ നിൽക്കുന്നതാണ്. എന്നിട്ട് ബസ് കയറിയിട്ട് സീറ്റ് ഉണ്ടായാലും ഹംകത്തിൽ ഇരിക്കൂല, ബാക്കിൽ ഇരിക്കുന്ന അണ്ണാക്കിലേക്ക് കാറ്റ് കൊണ്ട് ഇവിടെ മുടി വരും. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. വലിച്ചതാക്കും തോറും കയറി വരും. തൊട്ടേക്കല്ലേ, തൊട്ട പീഡനം, മുടി പീഡനം. അങ്ങോട്ട് തൊടണ്ട അനങ്ങാണ്ട് കുത്തിയിരുന്ന, മൂക്ക് കയറിയ കയറിക്കോട്ടെന്ന് കണക്കൂട്ടിക്കോളെ. സമീന ഭാഗത്തതിന മുടി ഇങ്ങനെ കയറുന്ന അനങ്ങാണ്ട് ഒന്നുകൂടെ. അപ്പോ ഈ റഹ്മത്തിന്റെ ഒരൊറ്റ രോമം പുറത്ത് കാണൂല, കൃത്യമായിട്ട് തട്ടത്തിൽ കെട്ടിവെച്ചിട്ടുണ്ട്. കൃത്യമായി തട്ടത്തിൽ കെട്ടിവെച്ചു. അത് മേലോട്ടല്ല, ഒട്ടകത്തിന്റെ കൂന പോലെ മേലോട്ട് മുടിവെക്കി വെക്കുന്ന പെണ്ണുങ്ങളെ നരകത്തിൽ ഞാൻ കണ്ടുവന്ന് ഷഫീന റസൂലുള്ളാഹി. ഈ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ അങ്ങനെയല്ലേ, പർദ്ദക്കുള്ളിൽ ഒരു കെട്ടുകെട്ടാറുണ്ട്, തട്ടത്തിന്റെ ഉള്ളിൽ മക്കനന്റെ ഉള്ളിൽ മുടി ഇങ്ങനെ പൊക്കിക്കെട്ടും. അതിന് അലാക്കിന്റെ ഒരു ക്ലിപ്പുണ്ട്, ഒട്ടക പക്ഷി പോലത്തെ ഒരു ക്ലിപ്പു, അത് കുത്തിയിട്ട് ഇങ്ങനെ പൊക്കി വെക്കും. നമ്മൾ കണ്ടാ വിചാരിക്കും പള്ളിന്റെ മുനാര ഇറങ്ങിയിട്ട് വരുന്നതാണ്. 2 ബൾബ്, കുഞ്ഞ് ബൾബ് ഫിറ്റോക്കി കൊടുത്താൽ ഏത് രാത്രിയിലും പോവാ. ഇങ്ങനെ ഇവിടെ ബാക്കിൽ നല്ല ലൈറ്റ് ഉണ്ടാവും. ആ പെണ്ണുങ്ങളെ നരകത്തെ കിടക്കുന്ന റസൂലുള്ളാഹി പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ. പക്ഷെ റഹ്മത്തിന്റെ മുടി ഇങ്ങനെ പെരടിയിൽ അങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. ആ മുടിയുടെ വണ്ണം അങ്ങനെ കണ്ടപ്പോ പെണ്ണുങ്ങൾ ഓടി വന്നിട്ട് വിളിച്ചു പറഞ്ഞു, മോൾ അവിടെ നിൽക്ക്, നിനക്ക് എന്തിനാ ജോലി? അല്പം ഭക്ഷണം കിട്ടണം, ഭക്ഷണമൊക്കെ ഞാൻ തരാം, ഇന്റെ മുടിയൊന്ന് കാണട്ടെ എന്നിട്ട് അറ്റ വലി തട്ട റഹ്മത്ത് പിടിക്കുന്നതിനടുക്ക് പെണ്ണുങ്ങൾ തട്ടം പറിച്ചു കളഞ്ഞു. മുടിയുടെ കെട്ടടിഞ്ഞിട്ട് കണങ്കാലിലേക്ക് ആ മുടി അങ്ങോട്ട് വീണ് കിടന്നപ്പോ പെണ്ണുങ്ങൾ ചോദിച്ചു, ഓ എന്തൊരു മുടി! നിൻകേശത്തെ നീ തന്നാൽ പലഹാരം തരാ, എൻ വേഷത്തിൻ സൗന്ദര്യ പരിഹാരത്തിനായി, എന്റെ പരിഹാരത്തിനായി. ചിന്തിച്ചു റഹ്മത്ത് ബീബി, എന്തിനീ ശിരസിലെ ഭംഗി, കാർക്കൂന്തൽ വെട്ടിയെടുത്ത് പെണ്ണിനു നൽകുന്നേ. ചിന്തിച്ചു റഹ്മത്ത് ബീബി, എന്തിനീ ശിരസിലെ ഭംഗി, കാർക്കൂന്തൽ വെട്ടിയെടുത്ത് പെണ്ണിന്നു നൽകുന്നേ. തിരിയുന്നേ, വധുവിൽ ശക്കൊന്നുയരുന്നേ, വഹിയൊന്നിറങ്ങുന്നേ, റഹ്മാൻ തുണയ്ക്കുന്നേ. വഹിയൊന്നിറങ്ങുന്നേ, റഹ്മാൻ തുണയ്ക്കുന്നേ. നിൻകേശത്തെ നീ തന്നാൽ പലഹാരം തരാ, എൻ വേഷത്തിൻ സൗന്ദര്യ പരിഹാരത്തിനായി, എന്റെ പരിഹാരത്തിനായി. റഹ്മത്ത് ബീവിയുടെ മുടി കണ്ടപ്പോ പെണ്ണുങ്ങൾ ആവേശത്തോടെ പറഞ്ഞു, ഇതെന്തൊരു മുടി! റഹ്മത്ത് ബേ തട്ടപ്പിടിച്ചോട്ടി പറഞ്ഞു, അല്ല തന്നതാ. അതെ, അല്ല എനിക്കന്നതാ, എനിക്കന്നത് കാണിച്ചു കൊടുത്ത ആട്ടിന്റെ പാലുപോലത്തെ ഒരു സാധനത്തിനല്ലേ. എന്നിട്ട് പറഞ്ഞ്, മോളെ ഒരു കാര്യം ചെയ്യും, നിന്റെ മുടിന്റെ ഒരു കഷ്ണം എനിക്ക് തരുമോ? എനിക്ക് ഇഷ്ടമുള്ള പലഹാരം ഞാൻ തരാം. എന്തിനമ്മ? അത് ഇതിന്റെ കൂടെ വെച്ച് കെട്ടാനാണ്, ഇത് വലുതാക്കാൻ.
റഹ്മത്തിന് ചെയ്താലും ലേറ്റായി ഇനി പണിയെടുക്കാനും കരുത് കഷ്ടം കൂട്ടി കൊടുത്താൽ കുറച്ച് ഭക്ഷണം കിട്ടിയാൽ ഭർത്താവിന് നോമ്പുറപ്പിക്കാലോ എന്ന് കണക്കൂട്ടിയിട്ട് ആ പാവം മോള് റഹ്മത്ത് ബീബി സമ്മതിച്ചു എന്നാ. പെട്ടെന്ന് ഈ പെണ്ണുങ്ങൾ കൊണ്ടുപോയിട്ട് അടുക്കേണ്ട ഭാഗത്ത് ഇരുത്തിയിട്ട് മുടിപ്പോക്കിയിട്ട് അടിയിൽ കട്ട് ചെയ്തു. മുടിയുടെ വലിപ്പം കെട്ട് കണ്ടപ്പോ റഹ്മത്ത് ഞെട്ടി. പടച്ചോനെ, എന്റെ ഭർത്താവിനോട് അവകാശം, എന്റെ ഭർത്താവിനോട് പൊരുത്തം വാങ്ങാണ് ഞാൻ ചെയ്തത്. എന്റെ ഭർത്താവ് പൊരുത്തപ്പെട്ടില്ലെങ്കിൽ എനിക്ക് നരകമുറപ്പാണ്. ഈ പെണ്ണുങ്ങൾ കൊടുത്ത ഭക്ഷണം എന്താന്ന് നോക്കാനും പോലും മെനക്കെടാണ്ട് ഇറങ്ങി ഓടാണ് റഹ്മത്ത് ബി അള്ളാന്റെ നബീന്റെ അടുക്കൽ വന്ന് മാപ്പ് പറയാൻ. അവിടെയാണ് ഇബ്ലീസ് ഇറങ്ങിയത്. റഹ്മത്ത് അവിടെ എത്തുന്നതിന് ഇബ്ലീസ് ഇറങ്ങി. പാറപ്പുറത്ത് ഇബ്ലീസ് ഇങ്ങനെ ആരോടൊന്നില്ലാതെ പറയാൻ തുടങ്ങി, ഹോ എന്തൊരു നാട്ടുകാരേത്, വൃത്തികെട്ട വർക്കം, ആ പെണ്ണൊരു ചെറിയ തെറ്റല്ലേ ചെയ്തിട്ടുള്ളൂ, ഇങ്ങനെ ശിക്ഷിക്കണോ? അപ്പൊ നബി കിടന്ന് കിടപ്പ് ചോദിച്ചു, എന്താ നിങ്ങൾ പറയണത്? ഓ ഇങ്ങനെ ഒരാൾ കിടക്കണുണ്ടോ, എന്തേ രോഗം പിടിച്ചോ? നബി പറഞ്ഞു, കുറച്ചായി. അത് നിങ്ങൾ ആരെയോ കുറിച്ച് പറയുന്നല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചെന്ന്. അമ്മ പറഞ്ഞ ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞതാ. അവള് നേരം വെളുത്തപ്പോ ഓരോ വീട്ടിലും ജോലിയുണ്ടോ എന്ന് തേടി നടക്കാൻ തുടങ്ങി. നബിക്ക് ഉറപ്പാ റഹ്മത്താണ്. എന്നിട്ട് ഒരു പുരക്കാരൻ ജോലി കൊടുത്തില്ല. അവൾ തിരികെ വരുമ്പോ ജോലി അന്വേഷിച്ച വീട്ടിലെ ഒരു ചെറുപ്പക്കാരൻ അവളുടെ ബാക്ക് കൂടി. സൗന്ദര്യമുള്ള പെൺകുട്ടിയോട് ചോദിച്ചു, നിനക്ക് എന്തിനാ ജോലി? അവള് പറഞ്ഞു, കുറച്ച് ഭക്ഷണം വേണം, ഭർത്താവിന് സുഖമില്ല. അവൻ പറഞ്ഞു, ഭക്ഷണമൊക്കെ ഞാൻ വാങ്ങിത്തരാം, ഒരു ജോലി നീ ചെയ്യണ്ട, ഒരു 5 മിനിറ്റ് എന്റെ കൂടെ വ്യഭിചരിക്കാൻ കൂട്ടുനിന്നാ മതി. അവൾ ആദ്യം സമ്മതിച്ചില്ല, പിന്നെ അവൾ സമ്മതിച്ചു. അങ്ങനെ അവനും അവളും വഴിയരികിൽ കിടന്ന് വ്യഭിചരിച്ചിട്ട് അവൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തു. ഇത് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ നബി ഒരൊറ്റ വർത്താനം പറഞ്ഞില്ലടാ, എന്റെ പെണ്ണങ്ങനെ ചെയ്യൂല, എന്റെ പെണ്ണങ്ങനെ ചെയ്യൂല. എന്റെ വാക്ക് കേൾക്കുന്ന പെങ്ങന്മാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ കൽബിന്റെ അകത്ത് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ട വിശ്വാസമാണത്. ഓരോ ഭർത്താവിന്റെ കൽബിന്റെ അകത്തും ഭാര്യമാർ ഉണ്ടാക്കി കൊടുക്കേണ്ട വിശ്വാസമാണത്. വെറുതെ പറഞ്ഞിട്ടല്ല, വെറുതെ അല്ല, ജീവിതം ആ രൂപത്തിലേക്ക് മാറ്റിയിട്ട് ഭർത്താക്കന്മാരുടെ കൽബിന്റെ അകത്ത് ചിന്ത വേണം, എന്റെ പെണ്ണങ്ങനെ തെറ്റ് ചെയ്യൂല. പെണ്ണിനോട് മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, ഞാനടക്കമുള്ള ആണ് വർഗത്തോടും പറയാനുണ്ട്. ഓരോ പെണ്ണിന്റെ കൽബിന്റെ അകത്തും ചിന്ത വെച്ചു കൊടുക്കണം, എന്റെ ഭർത്താവ് തെറ്റ് ചെയ്യൂല, എന്നെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ എന്റെ ഭർത്താവ് നോക്കൂല, എന്നെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ എന്റെ ഭർത്താവിന്റെ കൽബിന്റെ അകത്ത് സ്ഥാനമില്ല എന്നോരോ പെണ്ണിനും ചിന്തിക്കാനുള്ള വകുപ്പ് ആണുങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഉത്തമരായ ഭാര്യ ഭർത്താക്കന്മാരെ കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമരായ ഭർത്താക്കന്മാരുടെ ലക്ഷണം എന്താ റസൂലേ എന്ന് സഹാബത്ത് ചോദിച്ചു. ആ ലക്ഷണം പറഞ്ഞു കിട്ടിയാൽ ഞാൻ അതിൽ പെടുവോ നോക്കാലോ. അപ്പൊ നബി പറഞ്ഞു, ഉത്തമരായ ഭർത്താക്കന്മാരുടെ ലക്ഷണം നിസ്കരിക്കുന്ന ആളാകണമെന്നല്ല നബി പറഞ്ഞത്. ഭാര്യയുടെ കൽബിന്റെ അകത്ത് ഭർത്താവ്, ഭർത്താവിന്റെ കൽബിന്റെ അകത്ത് ഭാര്യ മാത്രം ഉണ്ടാവണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഭർത്താവിന്റെ കൽബിനകത്ത് അവന്റെ ഭാര്യ മാത്രം, ഒരു ഭാര്യയുടെ കൽബിനകത്ത് ആ ഭർത്താവ് മാത്രം. ഇങ്ങനെ മാത്രമാണെങ്കിൽ അവർ ഉത്തമരായ ഭാര്യ ഭർത്താക്കന്മാരാണ്, അവർക്ക് സ്വർഗമുണ്ടാകും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചു നോക്കിക്കോ, ആധുനിക നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആണായ വർഗമാണ് നമ്മൾ. നമ്മളുടെ കൽബിന്റെ അകത്ത് എത്ര പെണ്ണുണ്ട് എന്ന് ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചു നോക്ക്. ഭാര്യ പുരക്കുണ്ടാവും, പോന്ന വൈക്കുന്നെല്ലാം ഭാര്യ ഉണ്ടാവും. അതാ പറഞ്ഞത്, അങ്ങനെ പാടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്ന് ചില ആളെ കൽബിന്റെ അകത്ത് അവന്റെ കെട്ടുകൾ മാത്രമേ ഇല്ലാണ്ടുള്ളൂ. അതൊന്ന് പാവം പേർക്ക് വെറുതെ ഒന്ന് ഒരു സ്റ്റെപ്പിനുണ്ട് മോഡലായിട്ട്. അള്ളാഹു കാത്ത് രക്ഷപ്പെടുത്തട്ടെ. ഉത്തമരായ കുടുംബജീവിതം നയിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അതാ ഞാൻ പറഞ്ഞത്, റഹ്മത്ത് ബിബി അയ്യൂബ് നബിയിൽ നിന്ന് കുടുംബജീവിതമാണ് നമ്മൾ പഠിക്കേണ്ടത്. കുടുംബജീവിതം അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് ഈ റഹ്മത്ത് ഓടി വരുമ്പോൾ ഇബ്ലീസ് ഇത് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, എന്റെ ഭാര്യ ഇത് ചെയ്യൂല. അപ്പൊ ഇബ്ലീസ് തിരിച്ചടിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ, ഞാനൊരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞതാണ്. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ഭാര്യ വന്നാൽ നീ ഭാര്യയെ മുടിയുണ്ടോ നോക്ക്. ഈ നാട്ടിൽ വ്യഭിചരിച്ച പെണ്ണുങ്ങളുടെ മുടി മുറിച്ച് കളയും, ആണുങ്ങളുടെ മുട്ടയടിച്ച് കളയും. നിന്റെ ഭാര്യയുടെ മുടി മുറിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഭാര്യ വ്യഭിചരിച്ചു. ജോലിയൊന്നും കിട്ടിയില്ല. ഭക്ഷണം കിട്ടിയോ? ഭക്ഷണം കുറച്ച് കിട്ടി. എങ്ങനെ ഭക്ഷണം കിട്ടി? എന്നോട് പറഞ്ഞിട്ടില്ലേ ജോലി ചെയ്യാണ്ട് ഭക്ഷണം വാങ്ങരുത്? അപ്പൻ റഹ്മത്ത് പറഞ്ഞു, നബിയെ പിന്നെ നിങ്ങൾ എനിക്ക് പുറത്തു തരുമോ? നിങ്ങൾ എനിക്ക് പുറത്തു തരുമോ, മാപ്പ് തരുമോ? നബി എന്താ, ഞാനൊരു തെറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ നബി ഇബ്ലീസ് പറഞ്ഞ വാക്കിലേക്ക് മാറി. നബി പെട്ടെന്ന് പറഞ്ഞ, എന്റെ കൈ പൊക്കടി, എന്റെ കൈയൊന്ന് പൊക്ക്. പാറപ്പുറത്ത് രോഗം പിടിച്ചിട്ട് ഇങ്ങനെ വിരല് പോലും നഷ്ടപ്പെട്ട് കിടക്കണ കൈയൊന്ന് പൊക്കാൽ ഭർത്താവിന്റെ കൽപ്പനയാ, ഭാര്യ സ്വീകരിക്കണം. കൈപൊക്കി ചന്ദ നബിയെ എന്റെ തലയിൽ കൊണ്ടച്ചു. തട്ടത്തിന്റെ മേലൂടെ ഇങ്ങനെ വെച്ചിട്ട് നോക്കിയിട്ട് ചോദിച്ചു, നിന്റെ മുടി എവിടെ? ആ കൈ അങ്ങ് വലിച്ച് പാറയിലേക്കിട്ട് തീയിൽ തൊട്ടാളെ പോലെ, നിന്റെ മുടി എവിടെ? അപ്പൊ പറഞ്ഞു, നബിയെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു തെറ്റ് ചെയ്തു പോയി, എന്റെ മുടി മുറിച്ചു കൊടുത്തിട്ടാ ഞാൻ ഭക്ഷണം വാങ്ങിയത്. അല്ല പെണ്ണെ, മുടി പിന്നെ നാട്ടുകാർ മുറിച്ചതാ, നീ വ്യഭിചരിച്ചിട്ടാണോ ഭക്ഷണം വാങ്ങിയത്? ആ വാക്ക് നബിയുടെ നാവിൽ നിന്ന് വന്നപ്പോ റഹ്മത്ത് പാറയുടെ താഴേക്ക് ചാടി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് എല്ലാം കാണുന്നവനെ, എല്ലാം കേൾക്കുന്നവനെ,
എന്റെ വേദന തീർക്കല്ലാ, എന്റെ വേദന തീർത്തിടല്ലാ. അല്ലാ അല്ലാ കാരുണ്യവാനല്ലാ, എല്ലാം കാണുന്നവനെ, എല്ലാം കേൾക്കുന്നവനെ, എന്റെ വേദന തീർക്കല്ലാ, എന്റെ വേദന തീർത്തിടല്ലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ 100 അടി അടിക്കുമെന്ന പ്രതിജ്ഞയിൽ ഒരു ഭാഗത്ത് കിടക്കുമ്പോ നിരപരാധിയായ റഹ്മത്ത് ബീബി മറുഭാഗത്ത് കരഞ്ഞുകൊണ്ട് പടച്ചോനെ വിളിച്ചു, റബ്ബേ എന്റെ തെറ്റ്, ആ തെറ്റ് പറഞ്ഞിട്ട് മാപ്പ് പറയാൻ ഓടി വന്ന ഞാൻ കേൾക്കുന്ന കേൾവി എന്താ റബ്ബേ, എന്റെ ഭർത്താവിന്റെ കൽബിനകത്ത് എന്നെ കുറിച്ചൊരു വല്ലാത്ത ധാരണയിലാണല്ലോ പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിച്ച് ദ്വാ ചെയ്ത് നിൽക്കുമ്പോഴാണ് നബിയുടെ ഭാഗത്തൊരു സൗണ്ട് കേൾക്കുന്നത്. റഹ്മത്ത് നോക്കുമ്പോ പാറയുടെ മേലെ നിന്ന് നബി ഉരുളാൻ പോവാ താലേക്ക് ഓടിപ്പോയിട്ട് പിടിച്ചു വെച്ചു. കാരണം തന്നെ കുറ്റം പറഞ്ഞ ഭർത്താവാണെങ്കിൽ തന്റെ ഭർത്താവാ പിടിച്ചു വെച്ചു. നബിയുടെ വെയിറ്റ് താങ്ങാൻ കഴിയുന്നില്ല റഹ്മത്ത് ബീബിക്ക്. കാരണം മാസങ്ങളും കൊല്ലങ്ങളും തന്റെ ചുമലിട്ട് നടന്ന നബിക്ക് എത്ര വെയിറ്റ് ഉള്ളത് റഹ്മത്തിന് അറിയാലോ. പക്ഷെ ഇന്നിപ്പോ നബിയുടെ വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല. വിയർത്തിട്ട് നബി ഇങ്ങനെ വെയിറ്റ് കൂടുമ്പോ റഹ്മത്തിന് ഒരു കാര്യം മനസ്സിലായി, നസലൽ അമീൻ മുഖറബൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങാണ്. അല്ലാഹുവേ എന്നെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കുക, ജിബ്രീൽ വരികയാണെങ്കിൽ എന്നെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കണം. സത്യത്തിൽ ജിബ്രീൽ വന്നത് അതിനു വേണ്ടി മാത്രമായിരുന്നു. ആ സമയത്ത് വേറൊന്നിനുമല്ല. ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹ് അഭിമാനി ഭാര്യയുടെ കാര്യത്തിൽ ഇബ്ലീസ് എന്താ പറഞ്ഞപ്പോ വിഷമിച്ചു പോയോ നബിയെ, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളെ താങ്ങി നിൽക്കുന്ന ഈ പെണ്ണിന് പകരം വെക്കാൻ അല്ലാഹു ഈ കാലഘട്ടത്തിൽ ഒരൊറ്റ പെണ്ണിനെ പഠിച്ചിട്ടില്ല. ഈ കാലഘട്ടത്തിൽ ഒരു പെണ്ണിനെ പടച്ചിട്ടില്ല. നിങ്ങളെ താങ്ങി നിൽക്കുന്ന പെണ്ണിന് പകരം വെക്കാൻ എപ്പോഴാ പറയണേ? ഫാത്തിമ ബീബി ജനിക്കുന്നതിന്റെ 2800 കൊല്ലങ്ങൾക്കപ്പുറത്ത് ഒമാനിലെ പാറപ്പുറത്ത് നസലൽ അമീൻ മുഖറബൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കാണ്, ഈ പെണ്ണിന് പകരം വെക്കാൻ വേറെ പെണ്ണ് പഠിച്ചിട്ടില്ല. അത്ര നല്ല മോളായത്. സ്വർഗത്തിൽ ഈ പെണ്ണിന് അനുഗ്രഹമുള്ള സ്ഥാനം അല്ലാഹു നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന്. എന്നിട്ട് ജിബ്രീൽ അങ്ങ് പോയി മറഞ്ഞപ്പോ അല്ലാഹു നബി പുഞ്ചിരിച്ചുകൊണ്ട് റഹ്മത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, റഹ്മത്തെ നീ എനിക്ക് മാപ്പുതാ. റഹ്മത്ത് ചെന്തിന്, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി, അതിന് മാപ്പുതാ. റഹ്മത്ത് പറഞ്ഞു, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചത് ഒരു കണക്കിന് എനിക്ക് അനുഗ്രഹമല്ലേ. നബി പറഞ്ഞു, അതെങ്ങനെ? നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചോണ്ടല്ലേ ജിബ്രീൽ ഇറങ്ങിയേ ഞാൻ നല്ല മോളാണെന്ന് പറഞ്ഞത്, എനിക്ക് സ്വർഗത്ത് സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ അറിയോ ആ കാര്യമൊക്കെ. അതുകൊണ്ട് ശുക്റല്ലക യാ നബി, നിങ്ങൾക്ക് ശുക്ർ, എന്റെ നന്ദിയുണ്ട് നിങ്ങൾക്ക്. വൽഹംദുലില്ലാ, എന്റെ നാഥൻ എന്റെ സ്തുതിയുമുണ്ടെന്ന് പറഞ്ഞ് സുജൂദിൽ വീണ് കരഞ്ഞു റഹ്മത്ത് ബീബി. ദിവസങ്ങൾ വീണ്ടും കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യ വീണ്ടും നെട്ടോട്ടത്തിലാണ് ജോലിക്ക് വേണ്ടി. ഒരു ദിവസം ജോലിക്ക് പോയി, ജോലി കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോഴേക്കും അല്ലാഹുവിന്റെ പ്രവാചകന്റെ അവസ്ഥ എന്താണ്? ആ പാറപ്പുറത്ത് കിടന്ന നബി എപ്പോഴും തസ്ബീഹ് ചൊല്ലും. അന്ന് തസ്ബീഹ് നാവിലേക്ക് വരുന്നില്ല, കൃത്യമായി ചൊല്ലാൻ പറ്റുന്നില്ല. നാവിനെന്തോ ഒരു കുടുക്ക്. അപ്പൊ നബി ചിന്തിച്ചു പോയി, എന്റെ നാവിലേക്കും അല്ലാഹുവേ വിഷമം ഇറങ്ങിപ്പോയോ? അയ്യൂബ് നബി കരഞ്ഞു, അല്ലാഹു വിളി കേട്ടു. അയ്യൂബ് നബി കരഞ്ഞു, അല്ലാഹു വിളി കേട്ടു. നോവുന്നു തമ്പുരാനേ, ദേഹം നീറുന്നു തമ്പുരാനേ. നോവുന്നു തമ്പുരാനേ, ദേഹം നീറുന്നു തമ്പുരാനേ. കാരുണ്യവാനല്ലോ നീ എന്നെ കരകേറ്റ് തമ്പുരാനേ. കാരുണ്യവാനല്ലോ നീ എന്നെ കരകേറ്റു തമ്പുരാനേ. അയ്യൂബ് നബി കരഞ്ഞു, അല്ലാഹു വിളി കേട്ടു. നാവിലേക്ക് കൃത്യമായി ദിക്ർ ചൊല്ലാൻ കഴിയുന്നില്ല എന്ന വിഷമം കേട്ടപ്പോൾ അല്ലാഹുവിനോട് പറഞ്ഞ, പടച്ചോനെ, നിനക്ക് ദിക്ർ ചൊല്ലാത്ത ജീവിതം അയ്യൂബിന് വേണ്ടല്ല. നിനക്ക് ദിക്ർ ചൊല്ലാണ്ട് എന്തിനാ ഞാൻ ജീവിക്കണത്? അതുകൊണ്ട് എന്നെ നാവിനൊന്ന് വിട്ടതാ. അത്രേ ദുആ ചെയ്ത് അപ്പോഴേ കഥാ വരുന്നു നസലൽ അമീൻ മുഖറബൽ അംലാഖ് മലക്ക് ജിബ്രീൽ. എന്നിട്ട് പറഞ്ഞ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഒരടിമയിൽ നിന്ന് അല്ലാഹു ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയാണ്. ഒരടിമയിൽ നിന്ന് ഉടമയാഗ്രഹിച്ച പ്രാർത്ഥന. നിങ്ങളെ രോഗം മാറ്റാൻ അല്ലാഹു തീരുമാനിച്ചു. എന്താ നിങ്ങളുടെ അഭിപ്രായം? നബി പറഞ്ഞു, രോഗം മാറിയാൽ മാറിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. എന്റെ നാവ് എന്തിനാ അല്ലാഹു ദിക്ർ എല്ലാം വേണ്ടി നാവിന് തിരിച്ചറിഞ്ഞത്.
അപ്പൊ ജിബിരിയിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പാറയുടെ ചുവട്ടിൽ കൊണ്ടുപോയി നിർത്തി. ആ വലിയ പാറയുടെ ജബൽ അയ്യൂബിന്റെ താഴെ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുപോയി നിർത്തി. 1 മണിക്കൂർ കയറി ഇറങ്ങണം ആ പാറയുടെ താഴേക്ക്. ആ അത്ര താഴെയോടെ കൊണ്ടു നിർത്തിയിട്ട് പറഞ്ഞു, നിക്ക് നബി എന്ന് പറഞ്ഞു. എനിക്ക് പറ്റില്ല ജിബിരിലെ, ഞാനിപ്പോ വീടും തന്നു. ഇല്ല നബി എന്നോന്നു. ജിബിരിലിന്റെ സഹായത്തോടെ നബിയെ നിർത്തിയിട്ട് പറഞ്ഞു, കാലുകൊണ്ട് ചവിട്ടാൻ പറഞ്ഞു. വലത് കാലുകൊണ്ട് പറ്റുന്നില്ല ജിബിരിയിലെ. ജിബിരിലിന്റെ സഹായത്തോടെ ചവിട്ടിച്ചു. 2 ചവിട്ട് അവിടെ ചവിട്ടിച്ചു. 2 നീരുറമ പുറത്തു പോകും. ഒന്ന് കുടിക്കാനും ഒന്ന് കുളിക്കാനും എന്നാണ്. ആ 2 നീരുറമ വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ചവിട്ടിയ സ്ഥാനത്ത് നിങ്ങൾ ചിന്തിച്ചോ, രസകരമാണ് അവസ്ഥ. പച്ചവെള്ളമല്ല ഭൂമിയിൽ നിന്ന് വന്നത്, ചൂടുവെള്ള ഭൂമിയിൽ നിന്ന് വരുന്നത്. ആ ചൂടുവെള്ളം നിർഗളിച്ച് പുറത്തേക്ക് വന്നപ്പോ ചൂടിനെ ശമിപ്പിക്കാനാണ് അല്ലാഹു പച്ചവെള്ളത്തെ കൂടെ ഇറക്കിയത്. കാരണം ഭൂമിക്കുള്ളിൽ ചൂടാണ്. സുഖമില്ലാത്ത മനുഷ്യന്മാർ കുളിക്കാൻ ചൂടുവെള്ളത്തില്ല. അതിന് അല്ലാഹു പ്രകൃതി സംവിധാനം ഒരുക്കാണ്. എന്നിട്ട് ചൂടുവെള്ളം, അതിന്റെ ചൂടിനെ ശമിപ്പിക്കാൻ പച്ചവെള്ളത്തെ കൂടെ ഇറക്കിയിട്ട് പടച്ചവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അയ്യൂബ് നബിക്ക് ചുറ്റും ഇന്നുണ്ടല്ലോ ആ വെള്ളം അവിടെ. അപ്പൊ ആ വെള്ളത്തിൽ ചുറ്റും നിന്നിട്ട് പറഞ്ഞു, ഒന്ന് മുങ്ങാൻ പറഞ്ഞു. എനിക്ക് പറ്റില്ല ജിബ്രീലേ എന്ന് പറഞ്ഞു. ജിബ്രീൽ പിടിച്ച് 2 വട്ടം പൊക്കിയിട്ട് 3-ാം വട്ടം ബിസ്മില്ലാഹ് സരസിലക്കിറക്കുന്നു നബിയൊരെയുടനെ ശിരസോടെ മുങ്ങി. പിന്നെ പൊങ്ങിയപ്പോൾ അവിടെ രസമേറുമാജപൊന്ന് നടന്നല്ല ഉടനെ. ചന്ദിര നിറമായി നബിയോ സുന്ദര മലരായി, ജലമോ മറയുന്ന നിലയായി. അഹദോന്റെ അമരലയ വിടത്തിൽ നബിയുള്ള റിജലാലെ ചവിട്ടുന്നേ. പിന്നെ പദ നുരഞ്ഞിട്ട് ഉറവയും ഒലിക്കുന്ന ജിബ്രീലും ഉരയുന്നേ. നബിയെ അതിലൊന്ന് കുളിക്കുന്നേ. ആ വെള്ളത്തിൽ നിന്ന് നബി പുറത്തേക്ക് വരുമ്പോൾ മൂർദാബിൽ നിന്ന് വെള്ളം പുറത്തേക്ക് താഴേക്ക് പോകുന്ന പോലെ അല്ലാഹു രോഗത്തെ വലിച്ച് കാലിന്റെ പേര് വിരലിലൂടെ അങ്ങോട്ട് കളഞ്ഞു. ആ വെള്ളം ഒന്ന് അടങ്ങിയിട്ട് 2-മതൊരു വെള്ളം വന്ന്. ഇന്നും ആ വെള്ളം ഉണ്ടല്ലോ അവിടെ. ഈ വെള്ളത്തിൽ നിന്ന് അയ്യൂബ് നബി കയറിയിട്ട് സുജൂദ് കിടക്കണം. ചരിത്രം പറയുന്ന തലയിൽ നിന്ന് ഇങ്ങനെ വെള്ളം അങ്ങനെ ഒലിക്കാണ് സുജൂദ് കിടക്കുമ്പോൾ. ആ സമയത്ത് റഹ്മത്ത് കഥയൊന്നും അറിയില്ല. റഹ്മത്ത് ഓടുകയാണ് തന്റെ ഭർത്താവിനെ കാണാൻ വേണ്ടി. പോകുന്ന ഭാഗത്ത് പാറപ്പുറത്ത് കിടത്തുന്ന, കാരണം വരുമ്പോൾ ആദ്യം കാണാൻ വേണ്ടിയിട്ട്, ഭർത്താവിനെ ആദ്യം കാണാൻ വേണ്ടിയിട്ട്. ആ ഭാര്യക്ക് ഭർത്താവിനെ കാണണം. അത്ര സ്നേഹാണ് അവര്. എന്നാൽ ഈ കാലഘട്ടത്തിലെ ഭാര്യമാരെ കുറിച്ച് നിങ്ങൾക്ക് കേൾക്കണോ? 2 വരി ഒരു കത്തുപാട്ട് പാടിയിട്ട് ഞങ്ങൾ കഥ അവസാനിപ്പിക്കും. ഈ കാലഘട്ടത്തിലെ ഭാര്യമാരെ കുറിച്ച് ഒരു വിചിന്തനത്തിന് വേണ്ടി ഇതാ എസ്.എ. ജമീൽ പാടിയോ ഒരു വരികൾ. ആ വരി ഇങ്ങനെയായിരുന്നു: വാക്കുകൾ കൂരമ്പായി കത്തിത്തറക്കുന്നു, വാക്യങ്ങൾ ഒരു ഈർച്ച വാളായറക്കുന്നു, കരളിനെ 100 കഷ്ണം നുറുക്കുന്നു, കത്തു പിടിച്ച എൻ കൈകൾ വിറയ്ക്കുന്നു, ഞെട്ടിപ്പോയി ഹൃദയം പൊട്ടിപ്പോയി, ഞെട്ടിപ്പോയി ഹൃദയം പൊട്ടിപ്പോയി, കത്തിന് മറുപടി തരാൻ ഒരു പിടിയില്ല, മുട്ടിപ്പോയി ഉത്തരം മുട്ടിപ്പോയി, ഉത്തരം മുട്ടിപ്പോയി. അബുദാബിയിലുള്ളോരെഴുത്തു പെട്ടി അന്ന് തുറന്നപ്പോൾ കത്തു കിട്ടി, എഴുതിയ കത്തു ഞാൻ കണ്ടു ഞെട്ടി, എൻ പ്രിയനീ നിന്റെ ഹൃദയം പൊട്ടി. എന്തെന്ത് സുഖഭോഗം നിനക്കുഞ്ഞെന്നാലും, എന്നും സ്വർണം വെച്ചു വിളമ്പി നീ തിന്നാലും, ഏറെ ഫോറിൻ പണം ഗൾഫിന്ന് വന്നാലും, എത്രയും സൂക്ഷിച്ച് വീട്ടിൽ നീ നിന്നാലും, പറ്റിപ്പോകും തെറ്റ് പറ്റിപ്പോകും, പറ്റിപ്പോകും തെറ്റ് പറ്റിപ്പോകും, അയലത്ത് കടമെടുത്തിടും ഒരു ഗഡുവതിൽ പെട്ടുപോകും, നീയും പെട്ടുപോകും, നീയും പെട്ടുപോകും. മധുരാനുഭൂതികളയവിറക്കി മനസ്സിൽ വീണടിയും പൂപ്പേറുക്കി, കരളിൽ ചുടുരക്തമഷിയിൽ മുക്കി, കത്തിന്റെ കതിർമാല കോർത്തോരുക്കി, പെണ്ണിന്റെ ആവശ്യം അറിയാത്തൊരു ഭർത്താവ് പൊണ്ണൻ, അവനാണ് അവളുടെ തെറ്റിന്റെ കർത്താവ്, അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ്, അതിനിടം കൊടുക്കുന്നവൻ വിഡ്ഢികളുടെ നേതാവ്. കേൾക്കുന്നില്ലേ
നമ്മൾ കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ, നമ്മൾ കാണുന്നില്ലേ, സംഭവം അതുമിതും അവിഹിതം പലതും നടന്നിട്ടില്ലേ, ഇപ്പോഴും നടക്കുന്നില്ലേ, ഇനിയും നടക്കുകില്ലേ. അബുദാബിയിലുള്ളൊരെഴുത്തുപെട്ടി അന്ന് തുറന്നപ്പോൾ കത്തു കിട്ടി. എൻ പ്രിയ നീ നിന്റെ ഹൃദയം പൊട്ടി, എഴുതിയ കത്തു ഞാൻ കണ്ടു ഞെട്ടി. ഇതൊരു ചെറിയ ഭാര്യയുടെയും ഭർത്താവിന്റെയും വിശേഷങ്ങൾ എഴുതിയ കത്താണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഒരു ഭാര്യ എഴുതിയ കത്തെന്തായിരിക്കും? ഭർത്താവിന്റെ മറുപടി ഇങ്ങനെയാണെങ്കിൽ, ഭാര്യയും ഭർത്താക്കന്മാരും ഇങ്ങനെ കത്തെഴുതി കളിക്കേണ്ടവരല്ല, അവരുടെ മനസ്സുകൊണ്ട് പരസ്പരം ചേർന്ന് നിൽക്കേണ്ടവരാണ്. ആ ചേർച്ച നഷ്ടപ്പെട്ടു പോയതാണ് ഈ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിന് ജയിക്കുന്ന അപജയത്തിന്റെ കഥനകഥകൾ 4 ഭാഗത്ത് നിന്ന് കേൾക്കുന്നത്. ഭർത്താവിനെ ചതിക്കുന്ന ഭാര്യമാർ, ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യമാർ, ഭാര്യമാരെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാർ. കാലങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വൃത്തികേടിന്റെ കഥനകഥകളാണ് 4 ഭാഗത്ത് നമുക്ക് അടിച്ചു വീശുന്നത്. ഭർത്താക്കന്മാര്, എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാസികളായി ഗൾഫിന്റെ മണ്ണിൽ അധ്വാനിച്ച് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ അബുദാബിയിലെ റൂമിനകത്ത് ഞാൻ കണ്ടു. വാഷ് ബേസിനിൽ രക്തം ഛർദ്ദിക്കാണ്. കാസർഗോഡ് ജില്ലക്കാരനാണ്. അയാളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് തിരിച്ചു പോയിക്കൂടെ? ആ മനുഷ്യൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, പക്ഷെ എങ്ങനെ തിരിച്ചു പോകും? 6 പെൺമക്കളാ, 4 കെട്ടിയിട്ടുള്ളൂ, ഇനി 2 ബാക്കിയുണ്ട്, അതും കൂടി കയ്യാണ്ട് എങ്ങനെ പോകും? ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ഇത്രമാത്രം കഷ്ടപ്പാട് ഗൾഫിന്റെ മണ്ണിൽ ജീവൻ പണയം വെച്ച് രക്തം ഛർദ്ദിച്ച് അധ്വാനിക്കുന്ന ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന ഭാര്യമാരാ നാട്ടില്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹൈറായ ഒരു കുടുംബം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാര്യാഭർത്താക്കന്മാരുടെ ബന്ധങ്ങൾ അങ്ങനെയാണ്. ആ ഭാര്യാഭർത്തൃ ബന്ധം ആ രൂപത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ ഓടി വരികയാണ്. ഓടി വരുമ്പോൾ ഭർത്താവിനെ കാണുന്നില്ല. പിന്നെ ബേജാറായി. ഓടി ജബൽ അയ്യൂബ് എന്ന മല കയറി. പാറ മൊത്തം പരിചിട്ട് കാണുന്നില്ല. താഴേക്കിറങ്ങി, താഴ്ഭാഗം വരച്ചു പറക്കി. അവസാനം ക്ഷമയും സഹനവും തളർന്നു പോയ റഹ്മത്ത് സ്വയം ചോദിച്ചു പോയി, റബ്ബേ, എന്റെ ഭർത്താവ് എങ്ങ് പോയി? പ്രാണനെങ്ങ് പോയി, എന്നെ കാണാതെ എന്റെ പ്രിയപ്പെട്ടവൻ എങ്ങോട്ട് പോയി? എന്റെ മാരനെങ്ങു പോയി, എന്റെ തോഴനെങ്ങുമില്ലല്ലോ, ഇല്ലല്ലോ. എന്റെ കൽബ് വിങ്ങിടുന്നല്ലോ, എന്റെ കൽബ് വിങ്ങിടുന്നല്ലോ. ഭർത്താവിനെ പരതി നടക്കുമ്പോഴാണ് ഒരു ഭാഗത്ത് സുജൂദിൽ കിടക്കുന്ന മനുഷ്യനെ കണ്ടത്. അടുത്ത് പോയി നിന്ന് അന്യ പുരുഷനായിരിക്കും, എന്നാലും ചോദിക്കാലോ എന്ന് കണക്കൂട്ടി നിന്ന് മുഖത്തൊന്നും നോക്കിയില്ല. നബി സലാം പെട്ടി കഴിഞ്ഞപ്പോ മെല്ലെ ചോദിച്ചു, നിങ്ങൾ നേരത്തെ വന്നോ? ഈ പാറപ്പുറത്തൊരു സുഖമില്ലാത്ത മനുഷ്യനുണ്ടായിരുന്നു, കണ്ടോ? എന്റെ ഭർത്താവാ, മൂപ്പർക്കൊന്നും അനങ്ങാൻ പോലും പറ്റൂല, പക്ഷെ ഇവിടെ കാണുന്നില്ല. താഴ്ഭാഗത്ത് വീണിട്ടുണ്ടെങ്കിൽ താഴെ കാണണ്ടേ, അവിടെയും ഇല്ല. അല്ലാഹു നബി റഹ്മത്തെ നോക്കിയിട്ട് ചിന്തിച്ചു പോയി, പടച്ചോനെ, എന്റെ പെണ്ണ് എനിക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെടുന്നത്, ഇവിടെ എനിക്ക് കഷ്ടപ്പെടുത്തരുതെന്ന് കണക്കിട്ട് നബിയായിട്ട് എഴുന്നേറ്റു. ആ റഹ്മത്തിന്റെ അടുത്തേക്ക് റഹ്മത്തെ കാണാ. റഹ്മത്ത് പറഞ്ഞു, ഇങ്ങോട്ട് വരല്ല. അയ്യൂബ് നബിയുടെ ഭാര്യയാണ്. ബീബി തന്നരികെ അവരോട് തന്റെ മാരനെയും ബീബി തിരയുന്നേ. ഞാനാണ് നിന്റെ തോഴനെന്ന് അവരുറയുന്നേ. കുതറുന്ന ബിയെ അയ്യൂബവരും വാരിപ്പുണരുന്നേ. നീ എന്നെയൊന്ന് നോക്കൂ, റബ്ബിൻ കാരുണ്യം നീ നോക്കൂ, എന്റെ രോഗം മാറ്റിയോനല്ലാഹ്, അവനല്ലാഹ്. ഏകനായവൻ ജലാലല്ലാഹ്, ഏകനായവൻ ജലാലല്ലാഹ്. അയ്യൂബ് നബി അടുത്തേക്ക് വരുമ്പോ എന്റെ ഭർത്താവ് അയ്യൂബ് നബിയാണ്, നിങ്ങൾ എന്റെ അടുത്തേക്ക് വരലാണ്ട് ഓടാ റഹ്മത്ത്. ഒരൊറ്റ പുറത്തും പിടിച്ചു നബി പിടിച്ചു വലിച്ചിട്ട് നീ അങ്ങോട്ട് ഓടുന്നു എന്നെ നോക്ക്. റഹ്മത്തുകളെ നോക്കി, അൽഹംദുലില്ലാ, ഇതെങ്ങനെ സംഭവിച്ചു? നബി പുഞ്ചിരിച്ചോട് പറഞ്ഞു, അല്ലാഹുവിനെ സ്തുതി. നീ എന്നെയൊന്ന് നോക്കൂ, എന്റെ പെണ്ണെന്നെ നോക്ക്, റബ്ബിൻ കാരുണ്യം നീ നോക്കൂ, പടച്ച റബ്ബിന്റെ കാരുണ്യം കണ്ടു, എന്റെ രോഗം മാറ്റിയോനല്ലാഹ്, അവനല്ലാഹ്. ഏകനായവൻ ജലാലല്ലാഹ്, ഏകനായവൻ ജലാലല്ലാഹ്. അതെ, റഹ്മത്ത് ബിബി പൊട്ടിക്കരഞ്ഞു പോയി. റഹ്മത്ത് ബിബി പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇപ്പൊ നാട്ടിലേക്ക് പോകണം, ഇപ്പൊ പോണം. നിങ്ങൾ നബിയല്ല, കുഷ്ഠരോഗം പിടിച്ച നബിയല്ലാത്ത മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞ കൗമ ഇങ്ങനെ ഒന്ന് കാണട്ടെ. നബി പറഞ്ഞു, പോകാം, പക്ഷെ അതിന് മുമ്പ് വേറെ സ്ഥലത്ത് പോകാനുണ്ട്. ഇവിടെ
കാലങ്ങളായി എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫക്കീറില്ലേ, എല്ലാവരും ആട്ടി ഓടിച്ചപ്പോൾ ഭക്ഷണവും കിടക്കാൻ സ്ഥലവും തന്ന ഒരാൾ അങ്ങോട്ട് പോകാദ്യം ഇൻഷാ അല്ലാഹ്. രണ്ടാളും കൂടെ നടന്ന് കുറേ നടന്നപ്പോൾ നബി പറഞ്ഞു, എന്റെ റഹ്മത്തെ ഇത്രയും ദൂരമൊക്കെ നീ എന്നെ എടുത്തിട്ട് ഇങ്ങോട്ട് നടന്നോ, കുറച്ച് ഞാൻ ഇനി അങ്ങോട്ട് എടുക്കാൻ പറഞ്ഞു. റഹ്മത്ത് പറഞ്ഞു വേണ്ട, സൂര്യാട്ടം എടുക്കാൻ നടക്കുന്നത് എടുക്കാൻ നടന്നപ്പോൾ നമ്മളെ ഭാര്യനെയും കൂട്ടി പോകുമ്പോൾ ഒന്ന് എടുക്കട്ടെ എന്ന് ചോദിച്ചു നോക്കിയാട്ടെ, എപ്പ കഴുത്തിലായി എനിക്ക് ഉത്തരവ് ഇറങ്ങിപ്പോണ. അപ്പോ റഹ്മത്ത് ബീബി പറഞ്ഞു നടക്ക് ഇപ്പൊ വേണ്ടാറ്. രണ്ടാളും കൂടി നടന്ന് അവിടെ എത്തി. എവിടെ ആ ഫക്കീർ, റഹ്മത്ത് ബീബിക്ക് അറിയാലോ ആ ഫക്കീറിന്റെ വീട്ടിലെത്തി. അപ്പൊ ഫക്കീർ ഇങ്ങനെ പുറത്തിരിക്കണ ഭാര്യ അകത്തുണ്ട്. നബി വന്ന് സലാം പറഞ്ഞു. ഫക്കീറായ മനുഷ്യൻ സലാം മടക്കിട്ട് എഴുന്നേറ്റുന്നു. തേജസ്സുള്ള രൂപത്തെ കണ്ടിട്ട് അത്ഭുതകരമായിട്ട് മൂപ്പർ പറഞ്ഞു, പിന്നെ എനിക്ക് പരിചയമില്ല കേട്ടോ, ആദ്യമായിട്ട് കാണാണ്, അങ്ങ് എവിടെന്നാ വരുന്നതെന്ന് വെച്ചു. അപ്പൊ ഈ അകത്തുനിന്ന് പെണ്ണുങ്ങള് റഹ്മത്തുബിനെ കണ്ടിങ്ങനെ നോക്കി, ഇതെവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഈ പെണ്ണിനെ, ഇത് മുമ്പ് സുഖൂലത്തെ ഭർത്താവിനെ കൊണ്ടുവന്ന പെണ്ണല്ലേ. ഈ പെണ്ണുങ്ങളും എല്ലാം അപ്പുറത്തോട്ട് പോയി ഭർത്താവിനെ വിളിച്ച് ഫക്കീറിനെ, ഇതൊന്നാ സുഖൂലത്തെ ഭർത്താവിനെ കൊണ്ടുവന്ന പെണ്ണാത്. മുപ്പരച്ചു മോളെ ആ പാവം മരിച്ചോ, ഇതിപ്പോ ടോക്കൺ നമ്പർ 2. റഹ്മത്ത് മിണ്ടിയില്ല. അയ്യൂബ് നബി പറഞ്ഞു, ആ പാവം മരിച്ചിട്ടൊന്നുമില്ല, അയാൾ തന്നെയാ ഞാൻ. അള്ളാഹു നിങ്ങളുടെ രോഗം മാറ്റിയോ? അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനല്ലേ, അവൻ ഒരു സെക്കൻഡ് കൊണ്ട് രോഗം മാറ്റി തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഉപരി ചാന്ദിന, ഞാൻ അന്നൊരു ഒരു രഹസ്യം നിങ്ങളോട് ഞാൻ മറച്ചു വെച്ചിരുന്നു. അതെന്താ? നിങ്ങൾ അയ്യൂബ് നബി കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ലേ? അതെ, എന്നാ കണ്ടോളൂ, ഞാനാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അയ്യൂബ് നബി. ചന്തമുള്ള കനവുമിതോ ചിന്തകളിൽ കുളിരലയോ, അതെ അന്തിനില ഉദിച്ച പോലെ മുന്തിയൊരു നൂറ് വന്നേ. ചന്തമുള്ള കനവുമിതോ ചിന്തകളിൽ കുളിരലയോ, അന്തിനില ഉദിച്ച പോലെ മുന്തിയൊരു നൂറ് വന്നേ. എന്ത് കാണും തമ്പുരാനെ, മുത്ത് നബി മുന്നിലാണ്. കൂടെ പോരാൻ ചൊല്ലി പിന്നെ കൂട്ടുകൂട്ടി നടപ്പിലാണ്. കൂടെ പോരാൻ ചൊല്ലി പിന്നെ കൂട്ടുകൂട്ടി നടപ്പിലാണ്. നടന്നു വരുന്ന വഴി സന്തോഷം പൂത്തിരി കത്തിടുന്നേ. നടന്നു വരുന്ന വഴി സന്തോഷം പൂത്തിരി കത്തിടുന്നേ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ ഒരു ഭാഗത്ത് നിൽക്കാണ്. മൂപ്പര് നബിയാണ്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ പ്രവാചകൻ നിങ്ങൾക്ക് അന്ന് പറഞ്ഞുകൂടായിരുന്നു, ഞങ്ങളെ വിടൂലല്ലോ. അപ്പൊ നബി പറഞ്ഞു, അതുകൊണ്ട് എന്നെ ഞാൻ പറയാതിരുന്നു, ഞാൻ കാരണം നിങ്ങൾക്കൊരു വിഷമം വേണ്ട, എന്റെ ഭാര്യ ഏതായാലും വിഷമിച്ചു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ക്ഷമയും സഹനവും അവരിലേക്ക് സമർപ്പിച്ചതിന്റെ പൂർണ്ണ വിജയമാണ് എനിക്ക് നൽകിയത്. പിന്നെ അന്ന് നിങ്ങൾ കഞ്ഞി ഒഴിക്കുമ്പോൾ ഞാൻ ദുആ ചെയ്തിരുന്നു, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾ എന്റെ കൂട്ടുകാരനാകണോ, അതുകൊണ്ട് വാ എന്റെ കൂട്ടുകാരനായി നിങ്ങളും എന്റെ ഭാര്യയുടെ കൂട്ടുകാരും നിങ്ങളെ പെണ്ണുങ്ങളും ഡമസ്കസിൽ താമസിക്കാൻ അവകാശമുള്ളവരാണ്, എന്റെ കൂടെ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ അകത്ത് കയറിയിട്ട് പെണ്ണുങ്ങളോട് പറഞ്ഞു, ഇറങ്ങടി നബിയാ വിളിക്കുന്നത്, സ്വർഗത്തിലേക്കുള്ള ബുടിയാ വാ അറിയിക്കുന്നത്. പെണ്ണുങ്ങളങ്ങ് ഇറങ്ങി എടുക്കാനൊന്നുമില്ല, എന്താ എടുക്കേണ്ടത്? പൊരക്ക് തീ പിടിച്ചാലോ ഒരു പൊര അങ്ങനെ കത്തുമ്പോ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞൊരു പൊര കത്തുന്നാടി കിടക്കുന്ന കുട്ടിയെ എടുത്തിട്ട് ഓടിക്കൊന്നു. പെണ്ണുങ്ങൾ മൊത്തം നോക്കിയിട്ട് പറഞ്ഞു, കുട്ടികളെ ഒരിക്കലും കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും TV എടുക്കാൻ സീരിയലിന്റെ ടൈമായി പോയി. കുഞ്ഞിനേക്കാൾ വലിയ പെണ്ണുങ്ങൾക്ക് സീരിയലും TVയും. അള്ളാഹു കാത്ത് രക്ഷപ്പെടുത്തട്ടെ. ഞാൻ പറയുന്നില്ല, അതെല്ലാം ഇൻഷാ അല്ലാഹ് പിന്നെ അടുത്ത പോലെ നമുക്ക് ഇങ്ങനെ പറയാം. അപ്പോ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഭാര്യയും ഇയാളെ ഭാര്യയിലെ കൂടി ഡമസ്കസിലേക്ക് പോകുമ്പോൾ ഡമസ്കസുകാരുടെ അവസ്ഥ എന്താ അറിയോ? അള്ളാന്റെ നബി ആട്ടിയോടിച്ച വർഗത്തിന്റെ കൽബിൽ അള്ളാഹു വല്ലാത്ത വിഷമിട്ട് കൊടുത്തിരിക്കുന്നു. നബിയെ കണ്ട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ഈ വർഗത്തെ അള്ളാഹു നശിപ്പിച്ചു കളയുമെന്ന ബോധം അവരുടെ കൽബില്. അള്ളാഹുവിന്റെ പ്രവാചകനെ പിടിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ പടച്ചോന്റെ ശാപമേൽക്കുന്ന വർഗമായി ഡമസ്കസുകാർ മാറുമെന്നവരുടെ കൽബിന്റെ അകത്ത് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്ത കാലം. നബിയെ തേടി നടക്കാണവര്. അപ്പോഴാണ് ഒരു വാർത്ത പരക്കുന്നത്, അള്ളാന്റെ നബിയുണ്ട് വരുന്നതെന്ന് ഒരു ചങ്ങായി കണ്ടിട്ട് ഡമസ്കസ് ടൗണിലോട്ട് ഓടി പറഞ്ഞുകൊണ്ട്. ഇവന്റെ ബേക്കിൽ തന്നെ നാട്ടുകാരോട് കുറേ ഓടിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മൊത്തം നാട്ടുകാർ ഓന്റെ ബേക്കിൽ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞ് ഇങ്ങോട്ട് ഓടി എന്നെ കാണും, അങ്ങോട്ട് ഓടി നബിയെ കാണുന്നതാണ്. ജനങ്ങൾ തിരിഞ്ഞങ്ങോട്ട് ഓടി മരുഭൂമിയിലേക്ക് വരുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ വെയിൽ തട്ടാതിരിക്കാൻ തന്റെ കൈ കൊണ്ട് തലക്ക് മീതെ പിടിച്ചുവെന്ന് ചരിത്രം. ഇങ്ങനെ പിടിച്ചിട്ട് വരുന്ന നാലംഗ സംഘത്തെ കണ്ടപ്പോ ഡമസ്കസുകാര് വേദനയോടെ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു, യാ നബിയേ സലാം, യാ നബിയേ സലാം, യാ ഹബീബേ സലാം, അയ്യൂബ് സ്വാബിറേ സലാം, അയ്യൂബ് സ്വാബിറേ സലാം, യാ നബിയേ സലാം, യാ ഹബീബേ സലാം,
അയ്യൂബു സ്വാബീറെ സലാം അയ്യൂബു സ്വാബീറെ സലാം യാ നബിയേ സലാം യാ ഹബീബേ സലാം അയ്യൂബ് സ്വാബീറെ സലാം അയ്യൂബ് സ്വാബീറെ സലാം അയ്യൂബ് സ്വാബീറെ സലാം. ഒരു കാലഘട്ടത്തിൽ നാട് വിട്ടോളം ഇല്ലെങ്കിൽ കൊന്നുകളയുമെന്ന് പറഞ്ഞ വർഗം ഇരു കൈകൾ നീട്ടി അള്ളാഹുവിന്റെ പ്രവാചകനെ വരവേറ്റ് ഡമസ്കസിന്റെ മണ്ണിലേക്ക് കൊണ്ടുപോയി. വീണ്ടും ആ പഴകിയ ചെറ്റപ്പുര കുത്തിപ്പൊക്കി ഓല കെട്ടി വൃത്തിയാക്കി അതിൻ്റെ അകത്ത് അള്ളാഹുവിന്റെ പ്രവാചകനെയും ആ കുടുംബത്തെയും താമസിപ്പിക്കുമ്പോൾ വീണ്ടും പ്രബോധനവും വിവാദത്തുമായി ഡമസ്കസിന്റെ മണ്ണിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സജീവമാകുമ്പോൾ കൂടെ നിൽക്കാൻ പരീക്ഷണ അഗ്നിയിലെ ഒരു ഇണപ്രാവുണ്ടായിരുന്നു. റഹ്മത്ത് ബിബി എന്ന യൂസുഫ് നബിയുടെ മകന്റെ മകൾ. പരീക്ഷണ അഗ്നിയുടെ പ്രാവ് അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് അള്ളാഹു വീണ്ടും കണ്ടുമുട്ടാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരു ചെറിയ ദുആ നടത്തി നമുക്ക് പിരിഞ്ഞു പോകാം. ബിഹഖി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അർഹംറാഹിമായ നാദാ, പതിരാവിന്റെ വാദിവേളി റസൂലുള്ളാഹിന്റെ പേരിൽ ചൊല്ലിയ സ്വലാത്ത് നീ റൗദയുടെ മണ്ണിൽ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബ ജീവിതം നീ ഖൈറാക്കണേ റബ്ബേ. അല്ലാഹുവേ, മഹാനായ ഒരു പ്രവാചകന്റെ കഥ പറഞ്ഞ ആ പ്രവാചകനും ഭാര്യയും ജീവിച്ചു തീർത്ത നല്ല കുടുംബ ജീവിതം അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തിലേക്കും എത്തിച്ചു തരണേ തമ്പുരാനെ. അല്ലലില്ലാത്ത അലട്ടലില്ലാത്ത അല്ലാഹുവേ നിന്റെ മാർഗത്തെ സ്വീകരിച്ചുകൊണ്ട് നിന്റെ പൊരുത്തത്തിലായ കുടുംബ ജീവിതം ഞങ്ങൾക്കും അനുഗ്രഹിച്ചു നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബ ജീവിതം ഹൈറാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ വിഷമങ്ങൾ നീ തീർത്തു തരണേ തമ്പുരാനെ. മാരകമായ എല്ലാ രോഗങ്ങളും ഞങ്ങളുടെ കുടുംബത്തെ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചവരുടെ ഖബറുകൾ നീ വിശാലമാക്കണേ റബ്ബേ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും നൽകണേ തമ്പുരാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് അത് നൽകണേ റഹ്മാനെ. വിശുദ്ധ മക്ക കാണാൻ, മദീന കാണാൻ, അവിടെ നിന്ന് ചെയ്യേണ്ട കർമ്മങ്ങൾ യഥാവിധി ചെയ്യാൻ അല്ലാഹുവേ ഞങ്ങൾക്കും കുടുംബത്തിനും തൗഫീഖ് തരണേ റഹ്മാനെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധ കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ തമ്പുരാനെ. ഭാഗ്യം തരണേ റഹ്മാനെ, ഭാഗ്യം തരണേ ഹന്നാനെ. അമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല സല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാന ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. ഇൻഷാ അല്ലാഹ് ഇതിന് വേദിയിരിക്കുന്നതല്ല ഇതിന്റെ പ്രിയപ്പെട്ട സംഘാടകർക്ക്, ഈ റിലീഫ് കമ്മിറ്റിയുടെ ഭാരവാഹികൾക്ക്, അതുപോലെ ജമാഅത്ത് കമ്മിറ്റിയുടെ ഭാരവാഹികൾക്ക്, ആദരണീയരായ ഉസ്താദുമാർക്ക്, അതുപോലെ തന്നെ എൻ്റെ ശബ്ദം വീഴ്ച ശ്രമിച്ച മുഴുവൻ നാട്ടുകാർക്ക്, പ്രദേശവാസികൾക്ക്, ലൈറ്റ് ആൻഡ് സൗണ്ട് ഓപ്പറേറ്ററിന്റെ കൂട്ടുകാരന്, അതുപോലെ എന്നെ ഇവിടെ എത്തിച്ച ഉനീസ് അടക്കമുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി സമർപ്പിച്ചുകൊണ്ട് മറ്റൊരിക്കൽ കാണാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താൽക്കാലിക വിടവ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.